ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. ഏതായാലും ഒരു പുതിയ ട്രേഡിംഗ് വീക്കിലേക്ക്, ഒരു പുതിയ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ധാരാളം കാര്യങ്ങൾ സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ തന്നെ ഉണ്ട്. ആദ്യം തന്നെ ക്വാർട്ടർലി നമ്പേഴ്സാണ്. കമ്പനികളുടെ ക്വാർട്ടർലി നമ്പേഴ്സ് വിപണിയിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് മാറുന്നു. വന്നിട്ടുണ്ടായിരുന്ന IT സെഗ്മെന്റിലെ TCS ഉൾപ്പെടെയുള്ള കമ്പനികളുടെ നമ്പേഴ്സ് അത്ര ഭേദപ്പെട്ടതായിരുന്നില്ല. സ്ട്രീറ്റ് എസ്റ്റിമേറ്റുകൾക്ക് ഒത്തുയരാനായിട്ട് സാധിച്ചിട്ടില്ല. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും അൺസർട്ടനിറ്റീസും ഒക്കെ തന്നെ കമ്പനികളുടെ നമ്പേഴ്സിനെ ബാധിച്ചു എന്നാണ് മാനേജ്മെന്റ് കമന്ററിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ട്രംപ് ആണ് പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് നിലകൊള്ളുന്നത്. ഓവർനൈറ്റിലെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 1 മുതൽ മെക്സിക്കോയ്ക്കും യൂറോപ്യൻ യൂണിയനും മേൽ 30% ഇമ്പോർട്ട് താരിഫ് ഈടാക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പുതിയ പ്രഖ്യാപനം. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ തന്നെ മാർക്കറ്റിൽ റിയാക്ട് ചെയ്യുന്നു. മാർക്കറ്റ് ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ പെർഫോം ചെയ്യുന്നത്. ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ ആദ്യ മിനിറ്റിലെ പെർഫോമൻസ് നോക്കിയാലും വളരെ ഫ്ലാറ്റ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് ഈ ഒരു US-ന്റെ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ഈ ഒരു ട്രംപുമായി ബന്ധപ്പെട്ടിട്ടുള്ള താരിഫ് പ്രഖ്യാപനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ US-ലേക്ക് ഏറ്റവും അധികം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളാണ് മെക്സിക്കോയും യൂറോപ്യൻ യൂണിയനും എന്ന് പറയുന്നത്. സർ, സ്വാഭാവികമായിട്ടും ഈ നടപടികൾ ട്രംപിന്റെ ഈ ഒരു തിരിച്ചടി എന്നുള്ള നിലയ്ക്ക് ഈ കാര്യങ്ങൾ ഇനി എങ്ങനെ എസ്കലേറ്റ് ചെയ്യാനാണ് സാധ്യത? ജാസ്മിൻ, ആദ്യം തന്നെ ഒരു ഹാപ്പി മൺഡേ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഫാബുലസ് സൺഡേ ആയിരുന്നു ഇന്നലെ എന്നുള്ള. അതായത് ഒരു സ്പോർട്സ് ഫാൻ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ഒരു താലി മീൽസ് കഴിച്ച ഒരു എഫക്റ്റാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരു സൈഡിൽ കൂടി ഇന്ത്യ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ടെസ്റ്റ് മാച്ച് ഇൻട്രസ്റ്റിംഗ്ലി പോയിസ്ഡ് ആയിരിക്കുന്നു. അതിന് 5th ഡേ ഇന്നെന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ട് വരുന്നു. ഒരു റിസൾട്ട് വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ട് വരികയാണെങ്കിൽ 2-1 ലീഡിലേക്ക് ഇന്ത്യക്ക് പോകാം എന്നുള്ളത് അതൊരു ഇന്ത്യൻ എന്നുള്ള രീതിയിൽ, ഒരു ക്രിക്കറ്റ് ഫാൻ എന്നുള്ള രീതിയിൽ സന്തോഷകരമായിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ആദ്യമായിട്ട് കുറേ നാൾക്ക് ശേഷം ഫിഫ വേൾഡ് കപ്പ് ക്ലബ് വേൾഡ് കപ്പ് ടൈറ്റിലുണ്ട്. അത് ക്ലബ്ബുകളുടെ ഒരു വേൾഡ് കപ്പ് ഉണ്ട് ഫിഫ ഫുട്ബോളിൽ. അതിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി 12:30 ടെന്നീസൊക്കെ കഴിഞ്ഞിട്ട് കളി ഉണ്ടായിരുന്നു. അത് ബേസിക്കലി ചെൽസി വേഴ്സസ് PSG ആണ്. അതിനകത്ത് ചെൽസി 3-0 PSG-ക്ക് എഗെയിൻസ്റ്റ് ജയിച്ചു എന്നുള്ളത് വളരെ ഒരു അപ്സെറ്റ് വിക്ടറി ആയിരുന്നു എന്നുള്ളതാണ്. ഇത് കൂടാതെ എന്താ വേണ്ടത് ഒരു സ്പോർട്സ് ഫാൻ എന്നുള്ള രീതിയിൽ? ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ടെന്നീസ് എന്ന് പറഞ്ഞാൽ വി ഹാഡ് എ ഫാബുലസ് മാച്ച്. ഇന്നലെ വിംബിൾഡൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സിന്നർ വേഴ്സസ് അൽക്കാരസ് ഒരു ഫാന്റാസ്റ്റിക് മാച്ചായിരുന്നു. ഞാനത് ഫുള്ളിരുന്ന് കണ്ടത് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ കൺഗ്രാലേഷൻസ് സിന്നർ. അത് ഫസ്റ്റ് ഇറ്റാലിയൻ ടു വിൻ വിംബിൾഡൺ എന്നുള്ള ടൈറ്റിലും കൂടെ കിട്ടി. രണ്ടും ചെറുപ്പക്കാരെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ടെന്നീസൊക്കെ വിംബിൾഡണൊക്കെ കാണാൻ നേരത്ത് നമ്മളത് ഒരു സ്പോർട്സ് ആംഗിളിൽ കൂടെ അല്ലാതെ നമ്മളൊരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആംഗിളിലും കൂടെ കാണും എന്നുള്ളതാണ് കാര്യം. ഇന്നലെ നമുക്കറിയാം ഈ സ്പോർട്സ് ആയിട്ട് നമ്മുടെ അവിടുത്തെ ഇതില്ലേ വിംബിൾഡണിന് ഈ പ്ലെയേഴ്സ് യൂസ് ചെയ്യുന്ന ടവൽസ് ഇല്ലേ, അതായത് ഒരു വയലറ്റ് കളറും ഗ്രീനും കൂടെ ചേർന്ന ടവൽസ് ഉണ്ട്. വളരെ ഫേമസ് ആണ് വിംബിൾഡൺ ബ്രാൻഡ് ചെയ്തിട്ടുള്ള ടവൽസ്. അത് ചെയ്യുന്നത് ഇന്ത്യൻ ലിസ്റ്റഡ് കമ്പനിയായ വെൽസ്പൺ ലിവിംഗ് ആണ്. നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഏതെങ്കിലും മോളിലൊക്കെ ചെല്ലുമ്പോഴേ നമ്മൾ സ്റ്റോപ്പ് ലൈഫ് സ്റ്റൈലിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ സ്പേസസ് എന്ന് പറഞ്ഞിട്ട് കേർട്ടൻസും നമ്മൾ ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ ആണ്. നമ്മൾ പ്ലാസ്റ്റിക് കവറിനകത്ത് സ്പേസസ്, അത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു ബ്രാൻഡാണ്. വെൽസ്പൺ ലിവിങ്ങിൻ്റെ ഇന്ത്യൻ റീറ്റെയിലേഴ്സിന് വേണ്ടിയിട്ടുള്ള ബ്രാൻഡാണ്. അവർ ക്രിസ്റ്റീസ് എന്ന് പറഞ്ഞൊരു കമ്പനി അവർ ഇംഗ്ലണ്ടിൽ ഏറ്റെടുത്തതോടുകൂടി ഈ വിംബിൾഡണിൻ്റെ ഈ ടവലിൻ്റെ കോൺട്രാക്റ്റ് അവർക്ക് കിട്ടിയെന്നുള്ള. ഇത് കൂടാതെ തന്നെ ഇൻഫോസിസിൻ്റെ ആഡ്സ് ഒക്കെ അവിടെ എവിടെയും കാണുന്നുണ്ട്. അപ്പോൾ ഇൻഫോസിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ടെന്നീസായിട്ട് ഭയങ്കര അസോസിയേഷൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ് ലിസ്റ്റഡ് എന്ന രീതിയിൽ. ഈ ATP, അതായത് ഈ അസോസിയേഷൻ ഓഫ് ടെന്നീസ് പ്രൊഫഷണൽസ്, അവരാണ് ഇതിൻ്റെ ഗവേണിംഗ് ബോഡി എന്ന് ടെന്നീസ്. അവരായിട്ട് ഒരുപാട് ഡേറ്റ അനലിറ്റിക്സിൻ്റെ കാര്യത്തിലൊക്കെ ഇൻഫോസിസ് വളരെ ഇൻവോൾവ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ രണ്ട് ലിസ്റ്റഡ് കമ്പനീസ് നമ്മുടെ കൺമുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഒന്ന് വെൽസ്പൺ ലിവിംഗ്, ഒന്ന് ഇൻഫോസിസ്. അത് വിംബിൾഡണിനെ ബേസ് ചെയ്തിട്ടെന്നുള്ള. പിന്നെ വിംബിൾഡണിന് ഈ പറയുന്ന പോലെ ജാസ്മിൻ അറിയോ, ഇതിനകത്ത് ഡിബഞ്ചർ സീറ്റ് എന്നൊരു സാധനമുണ്ട്, അറിയോ? ഡിബഞ്ചർ സീറ്റ് എന്ന് പറഞ്ഞാൽ അതായത് വിംബിൾഡണിൽ ഈ പറയുന്ന പോലെ ഈ നമ്മൾ സാധാരണ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോമിസ് ആണ്, അതായത് ഒരു വാക്കാണ്. അത് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഗവൺമെൻറ്റുകളോ കമ്പനികളോ നമുക്ക് കുറച്ച് പൈസ റേസ് ചെയ്യണമെന്ന് വിചാരിക്കണം, ഒരു കടമായിട്ട് പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവാതെ നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു ഫിക്സഡ് പീരീഡിനായിരിക്കും ഡിബഞ്ചർ എന്ന്. അപ്പോൾ ആ കാലയളവ് കഴിയുമ്പോൾ ഈ ഡിബഞ്ചർ നമ്മൾ തിരിച്ചു മേടിച്ച് പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് കൂടെ കൊടുക്കും. ഒന്നില്ലെങ്കിൽ ഇൻട്രസ്റ്റ് എല്ലാം കൂടെ ഒന്നിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പീരിയോഡിക്കായിട്ട് അവർ ഇൻട്രസ്റ്റ് പേ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഏതായാലും താൽക്കാലികമായിട്ട് കടം മേടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗമാണ് ഈ ഡിബഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിബഞ്ചർ തരുന്ന ആൾക്കാർക്ക് ഷെയർ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല, ഒരു പ്രോമിസ് ആണ് നമ്മൾ തരും എന്നുള്ള രീതി. അപ്പോൾ കമ്പനിയുടെ ഹെൽത്ത് അനുസരിച്ച് എത്രയൊക്കെയാണ് ഈൽഡ് ഇൻട്രസ്റ്റ് എന്നൊക്കെ വരും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത.
ഈ വിംബിൾഡൺ എന്ന് പറയുന്ന ഈ പറഞ്ഞ പോലെ ഈ ഓൾ ഇംഗ്ലണ്ട് ലോൺ ടെന്നീസ് ക്ലബ്ബ് ഉണ്ടല്ലോ, വിംബിൾഡണിൻ്റെ ആ ഒരു നടത്തിപ്പുകാർ ഓൾ ഇംഗ്ലണ്ട് ലോൺ ടെന്നീസ് ക്ലബ്ബ് അവരിപ്പോൾ വിംബിൾഡണിന് കാലക്രമേണ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. അത് പറഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്ത് പോകണു, കാണാനുള്ള ആൾക്കാർ വരുന്നു. അതുമാത്രമല്ല മഴ പെയ്യുമ്പോൾ അത് അടയണ റൂഫ്, അതായത് ഇതിനൊക്കെ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് ഇവർ പൈസ റേസ് ചെയ്യാറുണ്ട് വിംബിൾഡണിൽ. അത് ആക്ച്വലി അതിന് ഡിബഞ്ചർ സീറ്റ്സ് എന്നാണ് പറയുന്നത്. ആ ഡിബഞ്ചർ സീറ്റ്സ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഡിബഞ്ചർ സീറ്റ്സ് മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് VIP ഏറ്റവും പ്രൈം സ്പോട്ട് കിട്ടും. എസ്പെഷ്യലി വിംബിൾഡൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടെന്നീസ് കോർട്ടുകളുണ്ട്, അതായത് പല മാച്ചസും പല സ്ഥലത്തും നടക്കുന്നില്ല. അതിൻ്റെ മെയിൻ വരുന്നത് സെൻട്രൽ കോർട്ടാണ്. ആ സെൻട്രൽ കോർട്ടിലാണ് ഈ ഫൈനൽസ് ഒക്കെ നടക്കുന്നതെന്നുള്ള. ഇപ്പം സെൻട്രൽ കോർട്ടിൽ കളിക്കുക എന്ന് തന്നെ പറയുന്നത് ഭയങ്കര ഒരു പ്രിവിലേജും ഓണറും ആയിട്ടാണ് ആൾക്കാർ കാണുന്നത്. ഈവൻ ബോൾ ബോയ്സ് ആയിട്ടുള്ള പിള്ളേരൊക്കെ ഇല്ലേ, ആ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ് അതിൽ വരുന്നതെന്നുള്ള. അതിലേക്ക് തന്നെ വരാനായിട്ട് അതൊരു പ്രൈഡായിട്ടാണ് ബ്രിട്ടീഷുകാർ അതിനെ കണക്കാക്കണേന്നുള്ള. അപ്പോൾ ആ വിംബിൾഡണിൻ്റെ സെൻട്രൽ കോർട്ടിൽ പ്രൈം ആയിട്ടുള്ള സ്പോട്ടിൽ ഇരിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ആ എന്താ പറയുക 5 കൊല്ലത്തേക്കാണ് ഈ ഡിബഞ്ചർ സീറ്റ് ഇഷ്യൂ ചെയ്യണത്. നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നു ഡിബഞ്ചർ സീറ്റ്. പിന്നെ ഈ പറയുന്ന പോലെ പ്രൈം സ്പോട്ടിൽ ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്ലബിലേക്കുള്ള ഒരു എൻട്രി കിട്ടും. വിംബിൾഡൺ ഈ ഇംഗ്ലണ്ടിൽ ഒരുപാട് ട്രഡീഷൻസ് ഉണ്ട്. ഈ ക്രിക്കറ്റ് കളിക്കുന്ന ലോർഡ്സിലും ഒരുപാട് ട്രഡീഷൻസ് ഉണ്ട്. എന്ന് പറയുന്ന പോലെ നമുക്ക് ഈ പറഞ്ഞ ഒരു എക്സ്ക്ലൂസീവ് ക്ലബിൽ എൻട്രി കിട്ടും, VIP ലോഞ്ചിന് ആക്സസ് കിട്ടും, റെസ്റ്റോറൻറ്റ്, പ്രൈവറ്റ് പാർക്കിംഗ്, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഡിബഞ്ചർ സീറ്റ്. ഇപ്പോൾ ഡിബഞ്ചർ സീറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 കൊല്ലത്തേക്കാണ് അവർ ഇഷ്യൂ ചെയ്യണത്. നമ്മൾ കാശ് കൊടുത്ത് നമ്മളത് മേടിക്കുന്നു എന്നുള്ള. പിന്നെ ഈ സീറ്റിൻ്റെ പ്രത്യേകത എന്നറിയോ? ഈ സീറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മാത്രമേ ഉള്ളൂ വിംബിൾഡണിൻ്റെ ടിക്കറ്റ്സിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമുക്കിപ്പോൾ ഞാൻ ഈ ഒരു ദിവസം കളി കാണാൻ പോകുന്നില്ല, എൻ്റെ കയ്യിൽ ഡിബഞ്ചർ സീറ്റ് പാസ് ഉണ്ടെന്ന് വിചാരിക്കുക, എനിക്കിത് വേറൊരാൾക്ക് റെൻ്റ് ഔട്ട് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ കാശ് മേടിക്കാം. അതാണ് ആ ഡിബഞ്ചർ സീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇതിന് എത്ര വരെ എന്നറിയോ? ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2 ലക്ഷത്തി, അതായത് ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 2026 മുതൽ 2030 വരെയുള്ള ഡിബഞ്ചർ സീറ്റ് പോയിരിക്കുന്ന വില $2,75,300 എന്നാണ്. അതായത് 2.3 crores ആണ്. 2.3 crores കൊടുത്താണ് നമ്മൾ ഈ ഡിബഞ്ചർ സീറ്റ് മേടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു കൊല്ലം 13 ദിവസമേ ഉള്ളൂ വിംബിൾഡൺ, അങ്ങനെ 5 കൊല്ലത്തേക്കാണ് ഈ പറയുന്നത്. അപ്പോൾ ആ സ്പോർട്സിൻ്റെ പ്രത്യേകത ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു ഡിബഞ്ചർ ഉണ്ടെന്നുണ്ട്. അപ്പോൾ നമ്മൾ വിംബിൾഡണിനെ കുറിച്ച് വെറും ഒരു സ്പോർട്സ് മാത്രമല്ല പറഞ്ഞ്, അതിൻ്റെ പുറകിൽ 2 ലിസ്റ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ കമ്പനീസ് നമ്മൾ മെൻഷൻ ചെയ്തു. ഡിബഞ്ചർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റും കൂടെ നമ്മൾ പറഞ്ഞു എന്നുള്ളതാണ്. ദെൻ കമ്മിങ് ബാക്ക് ടു അവർ മെയിൻ ലൈൻ ബിസിനസ്, അതാണല്ലോ ഇപ്പോൾ പറയുന്നത്. പ്രസിഡന്റ് ട്രംപ് ഈ വീക്കെൻഡ് നമുക്ക് തന്ന ഗിഫ്റ്റാണ് 30% ടാരിഫ് ഓൺ ഈ പറയുന്ന പോലെ EU ആൻഡ് മെക്സിക്കോ. ജാസ്മിൻ സൂചിപ്പിച്ച പോലെ ടോപ്പ് ട്രേഡിംഗ് പാർട്ട്നേഴ്സാണ് അമേരിക്കയുടെ ഇമ്പോർട്ടിൻ്റെ 1/3 പ്രൊവൈഡ് ചെയ്യുന്ന 2 കൺട്രീസാണ് ഈ പറഞ്ഞ EU ആൻഡ് മെക്സിക്കോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വിത്ത് എഫക്ട് ഫ്രം August 1 30% വന്നതെന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് മാർക്കറ്റ് അതിൽ ഭയങ്കര രീതിയിൽ റെസ്പോണ്ട് ചെയ്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള റൂം ലെഫ്റ്റ് ഓപ്പൺ എന്നുള്ള രീതിയിലാണ് ആ ട്രംപിൻ്റെ ആ ഒരു മൂവിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അത് മാത്രമല്ല ഈ EUയും യൂറോപ്യൻ യൂണിയനും മെക്സിക്കോയും പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ August 1 ആകുമ്പോഴത്തേക്കും ഇതൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് ശരിയാക്കും എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇതിൻ്റെ ഫിഗർ ഭയങ്കര രസമാണ്. അതായത് ഗ്ലോബൽ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തത് ഇവർക്കെതിരെ വരുമെങ്കിൽ തന്നെ ഒരു 10 to 20% ആയിരിക്കും ഒരു മരുന്നിന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. പക്ഷേ 30% ഒരു ലെവലിന് മുകളിലുള്ളത്. കാര്യം ഇന്ത്യക്ക് തന്നെ ഈ ടാരിഫായിട്ട് വെച്ചിരിക്കുന്നത് 26% ആണ് ഓൺ ഐഡിയൽ കണ്ടീഷൻ. ഇതല്ലാതെ തന്നെ ഇത്രയും കാലം കഴിഞ്ഞിട്ട് 30% വയ്ക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സർപ്രൈസിങ് ആണെന്നുള്ളതാണ്. മാർക്കറ്റിനെ സംബന്ധിച്ച് S&P 500 ഈ പറയുന്ന പോലെ ഫ്രൈഡേ ഒരു ചെറിയൊരു നെഗറ്റീവ് ബൈസ് 0.33% ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. ബട്ട് ഈ ഫ്രൈഡേ വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഗോൾഡ് ഏതാണ്ട് +1%, ഏതാണ്ട് സിൽവർ +4% കയറി എന്നുള്ളതാണ്. ഓയിലും ഏതാണ്ട് 2% കയറി ഏതാണ്ട് $70 per barrel എന്നുള്ള രീതിയിലായപ്പം കമോഡിറ്റിയും പ്രഷ്യസ് മെറ്റൽസും ഒന്ന് ഈ പറഞ്ഞ പോലെ സ്ട്രോങ് ആയിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്തു. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാലോ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് വളരെ കോംപ്ലൈസൻ്റ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്നത്, അതായത് വളരെ ഓവർ കോൺഫിഡൻസ് ആയിട്ട്. അതായത് ട്രംപ് ഉറപ്പിച്ച് പറയുന്നു August 1 എന്ന് പറയുന്ന ഡെഡ് ലൈനിൽ നിന്ന് ഞങ്ങൾ അണുവിട മാറില്ല എന്ന് പറയുമ്പോൾ തന്നെ മാർക്കറ്റ് എന്തോ വിചാരിക്കുന്നത് അത് കഴിഞ്ഞും നെഗോസിയേഷൻസ് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ്. കഴിഞ്ഞ ആഴ്ച തന്നെ വന്ന കാര്യങ്ങളിൽ ഞാനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ശരിയാണ്, ബ്രസീലിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു 50% ടാരിഫ് വെച്ചു, കോപ്പറിന് 50% ടാരിഫ് വെച്ചു. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും മെക്സിക്കോനും 30% ടാരിഫ് വെച്ചു. 30% ഫിഗേഴ്സ് തന്നെ വളരെ, ബ്രസീലിന് 50%, യൂറോപ്യൻ യൂണിയൻ ആൻഡ് മെക്സിക്കോക്ക് 30% എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള. അതുമാത്രമല്ല ഈ ബ്രസീലായിട്ട് വച്ചതിൽ
ഈ ട്രേഡ് ഡെഫിസിറ്റും ട്രേഡ് സർപ്ലസും അല്ലെങ്കിൽ ട്രേഡ് ഒന്നും അല്ല അതിനകത്ത് ഇഷ്യൂ വന്ന് ഒരു പേഴ്സണൽ ഗ്രഡ്ജും ഒരു പൊളിറ്റിക്കൽ റീസൺസുമാണ്. അതായത് പഴയ പ്രസിഡന്റ് അങ്ങനെ ചെയ്തു എന്നൊക്കെ. അപ്പോൾ ഈ ടാരിഫിൻ്റെ സ്കോപ്പ് അങ്ങ് എക്സ്പാൻഡായി. പണ്ടൊക്കെ ഈ ട്രേഡിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണെങ്കിൽ ഇത് ഏത് രീതിയിലും വേണമെങ്കിൽ ആവാം എന്നുള്ളത് അത്ര സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ് നമുക്ക് നോക്കുമ്പോൾ ടാരിഫിനെ കുറിച്ച് കാണുന്നത്. നമ്മൾ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിഫ്റ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഫ്രൈഡേ വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഡേ ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. ഏതാണ്ട് നമുക്കറിയാലോ 20-day മൂവിങ് ആവറേജസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് അന്ന് പോയെന്നുള്ളതാണ്. ഇങ്ങനെയാണെങ്കിൽ മാർക്കറ്റ്സ് ഓപ്പൺസ് അപ്പ് കറക്ഷൻ, ഒരു കറക്ഷനുള്ള ചാൻസ് ഉണ്ട് ടു ദ ലെവൽ ഓഫ് 40-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിലേക്ക്, അതായത് 25,018 വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞു വയ്ക്കുന്നു. അറിയില്ല, സാധാരണ ഇങ്ങനെ 20 DM കട്ട് ചെയ്ത് അഴകി പോകുമ്പോൾ 40-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് വരെ എത്താനുള്ള ചാൻസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇന്ന് ഡൊമസ്റ്റിക് മാക്രോസ് നമ്മൾ ഇനി ഈ വരുന്ന ദിവസങ്ങളിൽ, അത് പ്രത്യേകിച്ച് ഇന്ന് എനിക്കുണ്ട്, അതായത് CPI ഇൻഫ്ലേഷൻ ഡേറ്റയാണ്, അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ. അതെനിക്ക് തോന്നുന്നു മെയിൽ 2.8% ആണ് വന്നത്. ഇപ്രാവശ്യം അതിനേക്കാളും കുറയുന്നതാണ് സ്ട്രീറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഏതാണ്ട് 2.5% ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഇൻഫ്ലേഷൻ ഈസ് ട്രെൻഡിങ് ഡൗൺ എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ആ ഒരു മാക്രോ എക്കണോമിക് ഫിഗേഴ്സ് വളരെ ഫേവറബിൾ ആണെന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ വ്യക്തിപരമായിട്ട് മാർക്കറ്റിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിൽ നെഗറ്റീവ്സം പ്ലേ ഔട്ട് ചെയ്തു. അപ്പോൾ സാധാരണ ഞാൻ മാർക്കറ്റിൽ നോക്കുമ്പോൾ FIIs ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ 80% ഷോർട്ടാണ്. FIIs 80% ഷോർട്ടാണ്. സാധാരണ 80-85% ഒക്കെ ഷോർട്ട് ആകുമ്പോൾ മാർക്കറ്റ് ഒരു ടെക്നിക്കൽ പുൾ ബാക്ക് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ഈ വരുന്ന ഇന്നും നാളെയൊക്കെ മാർക്കറ്റ് ഒന്ന് തിരിച്ച് പുൾ ബാക്ക് ചെയ്താൽ, ഒരു പുൾ ബാക്ക് റാലി കിട്ടിയാലും അതിശയിക്കില്ല. ഏതായാലും ഒരു നെഗറ്റീവ് ബയസ് മാർക്കറ്റിന് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. നമ്മൾ തന്നെ ഏതാണ്ട് 2 ആഴ്ച 3 ആഴ്ചയായിട്ട് നമ്മളൊരു കോഷ്യസ് ഓപ്റ്റിമിസം മാർക്കറ്റിൽ പറഞ്ഞിരുന്നു. അത് പ്ലേ ഔട്ട് ചെയ്തു എന്നുള്ളതാണ് കാര്യം. നമ്മൾ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഭയങ്കര കോംപ്ലേസൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ എടുക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റ് വാല്യുവേഷൻസും സപ്പോർട്ടീവ് അല്ല. Q1 FY26 റിസൾട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ ടെപ്പിഡാണ്, വിചാരിച്ച പോലെ വന്നില്ല എന്നുള്ളതാണ്. പിന്നെ നാളെ ട്യൂസ്ഡേ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ഇന്ത്യൻ ഇലക്ട്രിക് വെഹിക്കിൾ സ്പേസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ് നാളെ എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന പോലെ നമ്മുടെ ടെസ്ലയുടെ മുംബൈ ഷോറൂം നാളെ തുടങ്ങുകയാണെന്നുള്ള, അതിനകത്ത് അവർ മോഡൽ Y എന്ന് പറയുന്നത് ഷോക്കേസ് ചെയ്യാൻ പോകുന്നു. 55 ലക്ഷത്തിൻ്റെ വണ്ടിയാണെന്നുള്ളതാണ്. എങ്ങനെ ഇരിക്കും എന്നാണ് കാണേണ്ടത്. ഇത് കൂടാതെ നമ്മുടെ വിയറ്റ്നാം ബേസ്ഡ് ഒരു ഇലക്ട്രിക് വെഹിക്കിൾസ് മാനുഫാക്ചർ ഉണ്ട് കേട്ടോ, വിൻഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അവരും ഈ പറഞ്ഞ പോലെ അവരുടെ ഒഫീഷ്യൽ ബുക്കിംഗ് തുടങ്ങാൻ പോകുന്നു. അതായത് അവരുടെ 2 ഇലക്ട്രിക് EV സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ വരുന്നുണ്ട്. അതായത് VF6ഉം VF7ഉം അതിൻ്റെ ബുക്കിംഗ് തുടങ്ങുകയാണ്. അവർ എനിക്ക് തോന്നുന്നു തൂത്തുക്കുടിയിൽ അവർക്ക് തമിഴ്നാട്ടിൽ ഏതാണ്ട് $2 ബില്യൺ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫാക്ടറി ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അവർ ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. ജൂലൈയിൽ അവർ എന്താ പറയുക ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ തുടങ്ങി, ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും ഡെലിവറി തുടങ്ങാം. അതുകൊണ്ട് ബുക്കിംഗ് ഓപ്പൺ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസും കൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ഒരു കാര്യം ഞാൻ ആക്ച്വലി ശനിയാഴ്ച കണ്ട ഒരു ന്യൂസാണ്. ഇത് ഞാൻ ആൾക്കാരായിട്ട് ഷെയർ ചെയ്യണം, നമ്മുടെ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. കാര്യം എന്നറിയോ, നമുക്ക് സാധാരണ ഒരു ലിസ്റ്റഡ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മളായാലും ശരി പ്രൊമോട്ടർ ആയാലും ശരി, നമുക്ക് ഏതൊക്കെ രീതിയിലാണ് കാശ് കിട്ടുന്നത്? നമുക്ക് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഷെയറിൻ്റെ ഗ്രോത്ത് വരുമ്പോൾ നമുക്കൊരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടും. ഈ ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടുന്നത് ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈമാണ്. നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആകുമ്പോൾ അതിനെയാണ് നമ്മൾ വെൽത്ത് എന്ന് പറയുന്നത്. നമുക്ക് മണിയായിട്ട് കിട്ടുന്നത് എങ്ങനെയാണ്? ഡിവിഡൻ്റാണ്. അതായത് കൊല്ലം തോറും കമ്പനികൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് മണി. വെൽത്തും മണിയും തമ്മിൽ ഡിഫറൻ്റ് ആണ് കേട്ടോ. വെൽത്തും മണി എന്ന് പറയുന്ന ഡിഫറൻറ്റ് ഞാൻ സിമ്പിളായിട്ട് പറയാം. നമ്മളൊരു സ്ഥലം ഓൺ ചെയ്യുന്നു, ആ സ്ഥലം നമ്മുടെ വെൽത്താണ്. അവിടെ നിന്ന് കിട്ടുന്ന വാടകയാണ് മണി. ആ മണി ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ ഇമീഡിയറ്റ് സ്പെൻഡിങ് ഒക്കെ നമ്മൾ നടത്തുന്നത്. വെൽത്ത് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു പ്രൊമോട്ടറിനെ സംബന്ധിച്ച് ലിസ്റ്റഡ് കമ്പനിയിൽ നിന്ന് 3 രീതിയിലായിരിക്കും കിട്ടുന്നത്. ഒന്നെന്ന് പറയുന്നത് അവരുടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ, നമ്മളെപ്പോലെ തന്നെ. രണ്ടാമത് ഡിവിഡൻഡ്, അതായത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ 100% ഷെയർ ഹോൾഡേഴ്സിനും കിട്ടും. അപ്പം നമ്മളെപ്പോലത്തെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും കിട്ടും, പ്രൊമോട്ടേഴ്സിനും കിട്ടും, FIIക്കും കിട്ടും, മ്യൂച്വൽ ഫണ്ടിനും കിട്ടും, ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കിട്ടും, HNIസിനും കിട്ടും, എല്ലാവർക്കും കിട്ടുന്നില്ല. അപ്പോൾ ഒന്ന് ക്യാപിറ്റൽ അപ്രീസിയേഷൻ, രണ്ടാമത് എന്ന് പറയുന്നത് ഡിവിഡൻസ്, മൂന്നാമത് ഈ പ്രൊമോട്ടേഴ്സ് തന്നെ ഈ കമ്പനിയുടെ ഡയറക്ടർ ലെവലിൽ എക്സിക്യൂട്ടീവ് പൊസിഷൻസ് ആണെന്ന് വെച്ചാൽ, അതായത് അവർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് സാലറിയും കിട്ടും എന്നുള്ള. അപ്പോൾ ഈ 3 രീതിയിലാണ് ഒരു പ്രൊമോട്ടറിന് കിട്ടുന്നത്. സാധാരണ ഷെയർ ഹോൾഡറെ സംബന്ധിച്ച് ക്യാപിറ്റൽ അപ്രീസിയേഷനും ഡിവിഡൻറ്റും മാത്രമേ കിട്ടുള്ളൂ. പ്രൊമോട്ടറെ സംബന്ധിച്ച് ഇത് രണ്ടും കൂടാതെ അവർക്ക് ജോലി ചെയ്യുന്നെങ്കിൽ അതിൻ്റെ കാശും കൂടെ കിട്ടുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ 2025 ഇപ്പോൾ എല്ലാ ഫുൾ ഇയർ റിസൾട്ട്സും വന്നല്ലോ. ഏത് പ്രൊമോട്ടറിനാണ് ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച ഞാൻ വായിച്ച ഒരു ന്യൂസ് പറഞ്ഞ് HCL ടെക്കിൻ്റെ ശിവ് നാടാറിന് HCL ടെക്കിൽ 60.82% സ്റ്റേക്കാണ്. അദ്ദേഹത്തിനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് കിട്ടിയ വ്യക്തി എന്ന് പറഞ്ഞത്. എത്രയെന്നറിയോ? 9,900 crores. അയാളുടെ കമ്പനിയുടെ ക്യാപിറ്റൽ അപ്രീസിയേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല.
ആ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ക്യാഷ് ഫ്ലോ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അതായത് ഡിവിഡൻഡ് മാത്രം. രണ്ടാമത് കിട്ടണമെന്നറിയോ, നമ്മുടെ ഈ ഇൻ ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കുന്ന കമ്പനിയാണ് വേദാന്ത, അനിൽ അഗർവാലാണ്. നമ്മൾ അതിൻ്റെ നെഗറ്റീവ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ഏതാണ്ട് 9,584 crores. അസിം പ്രേംജി വിപ്രോ, അദ്ദേഹത്തിന് ഏതാണ്ട് 72.7% സ്റ്റേക്ക് ഉണ്ട്. 72.7% സ്റ്റേക്കാണ് അസിം പ്രേംജിക്ക് ഉള്ളത്. അദ്ദേഹത്തിന് കിട്ടിയത് 4,569 crores. മുകേഷ് അംബാനി 3,805 crores. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിഗറും കൂടെ പറയാം. ആസാദ് മൂപ്പൻ ആരാ, നമ്മുടെ ആസ്റ്റർ DMൻ്റെ ഇതെന്ന് പറയുന്നത് ഏതാണ്ട് ₹2,573 crores. അപ്പോൾ ഇതാണ് ഒരു കമ്പനി തുടങ്ങി ലിസ്റ്റ് ചെയ്ത് ആ കമ്പനി ഗ്രോ ചെയ്യുമ്പോൾ ഒരു പ്രൊമോട്ടർ എന്ന രീതിയിൽ കിട്ടുന്ന ബെനിഫിറ്റ് ഒന്ന് പറഞ്ഞു വയ്ക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഞാനൊന്ന് ഇന്ത്യയുടെ ടാക്സ് കളക്ഷൻ ഫിഗേഴ്സ് ഇതും കൂടെ, ഈ ആൾക്കാർ വളരെ ഓവർ കോൺഫിഡൻസ് ആകുമ്പോൾ ചില ഫിഗേഴ്സ് ഞാൻ പറയുന്നത് നെഗറ്റീവ് ആവാൻ വേണ്ടിയിട്ടല്ല, ഞാനൊന്ന് കാര്യങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ടാക്സ് കളക്ഷൻ ഉണ്ടല്ലോ 24-25 ശരിക്കും പറഞ്ഞാൽ, അതായത് കഴിഞ്ഞ കൊല്ലം 22.37 lakh crore ആണ് നമ്മൾ കളക്ട് ചെയ്തത്. ഓക്കെ, ഇപ്രാവശ്യത്തെ എസ്റ്റിമേറ്റ് നമ്മൾ ബഡ്ജറ്റിൽ എസ്റ്റിമേറ്റ് വെച്ചിരിക്കുന്നത് വെച്ചാൽ ഏതാണ്ട് 12.35% ഉയരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ എസ്റ്റിമേറ്റ് വെച്ചിരിക്കുന്നത്. അതായത് ഈ വരുന്ന ഫിനാൻഷ്യൽ ഇയർ 25-26 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 25.2 lakh crore ആണ്. അതായത് കഴിഞ്ഞ കൊല്ലം 22.37 ആണെങ്കിൽ ഇപ്രാവശ്യം 25.2 lakh crore ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 12.35% ജമ്പ് ഉണ്ടാവും ഇൻസ്പൈറ്റ് ഓഫ് ഇൻകം ടാക്സ് റേറ്റ് കട്ട് എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കാൽക്കുലേഷൻ. നമ്മുടെ ഈ സാറ്റർഡേ ഒരു ഫിഗർ വന്നു, അതായത് ഏപ്രിൽ 1 മുതൽ ജൂലൈ, അതായത് പുതിയ കണക്ക് തുടങ്ങിയത് ഏപ്രിലാണല്ലോ 2025-26 ആ വന്ന കണക്കുകൾ അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു 1.3% ഡിപ്പ് ഉണ്ടെന്നുള്ള. ആ ഡിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അതായത് ഈ കോർപ്പറേറ്റ് ടാക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഡിപ്പായിട്ടുള്ളത്. അതായത് കോർപ്പറേറ്റ് ടാക്സ് 24-25 കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും ഏതാണ്ട് -4% ഡൗൺ ആണെന്നുള്ള. എന്നാൽ സംബന്ധിച്ച് നോൺ കോർപ്പറേറ്റ്, അതായത് ഇൻഡിവിജ്വൽസ്, പിന്നെ HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് നമ്മുടെ ഈ അപ്പാർട്ട്മെൻ്റൊക്കെ ഇല്ലേ, അപ്പാർട്ട്മെൻറ്റിൻ്റെ റെസിഡൻസ് അസോസിയേഷനൊക്കെ ഈ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഫ്ലാറ്റ് തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ബട്ട് ഈവൻ ദെൻ ഈ പറയുന്ന പോലെ ടോട്ടലായിട്ട് ഒരു ഡിപ്പുണ്ട്. STT എന്നാൽ ഗവൺമെൻറ്റിന് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് വഴി കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാളും ചെറിയ ഒരു ഹൈ ആണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത് എന്നുള്ള കമ്പാരിറ്റീവ് ഫിഗേഴ്സ് അനുസരിച്ച്. ബട്ട് ഇൻ ടോട്ടോ ഏതാണ്ട് -1.3% ആണ് എന്നുള്ളതാണ്. പിന്നെ ഒരു ഡേറ്റയും കൂടെ ഇൻവെസ്റ്ററിൻ്റെ അടുത്ത് പറയണം. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആസ് ഓൺ മേ, ഈ കഴിഞ്ഞ മെയ് വരെയുള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ഹയസ്റ്റ് നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സ് എവിടെ നിന്നാണെന്ന് അറിയാം? എന്തെങ്കിലും ധാരണയുണ്ടോ ഹയസ്റ്റ് നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സ് എവിടെയാണെന്ന് ജാസ്മിൻ? ഏത് സ്ഥലത്ത്, ഏത് സ്റ്റേറ്റിൽ നിന്നായിരിക്കും? ടോപ്പ് തീർച്ചയായിട്ടും 8.6 മില്യൺ ആൾക്കാരാണ്. മഹാരാഷ്ട്രയാണ് ഫസ്റ്റ് എന്നുള്ള. മഹാരാഷ്ട്ര ഫസ്റ്റ്, സെക്കൻഡ് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ നിന്ന് ഏതാണ്ട് 18 മില്യൺ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഗുജറാത്താണ് നമ്പർ 3, 10 മില്യൺ. പിന്നെ വരുന്നത് വെസ്റ്റ് ബംഗാൾ 6.8 മില്യൺ, രാജസ്ഥാൻ 6.6 മില്യൺ, പിന്നെ തമിഴ്നാട്, കർണാടക, MP, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നൊക്കെ പറഞ്ഞാണ് ആ ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും വരെ പറഞ്ഞ കയ്യിൽ നമ്മൾ കേരളം ഇല്ല എന്നുള്ളതാണ് അതിനകത്തൊരു കാര്യം. അത് മാത്രമല്ല കഴിഞ്ഞ കൊല്ലത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ, ബീഹാറിലാണ് കഴിഞ്ഞ ലാസ്റ്റ് കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വന്നിരിക്കുന്നത് ബീഹാറിലാണ്. അതായത് 679% ഗ്രോത്ത് ആണ് എന്നുള്ളത്. അപ്പോൾ അത് ബീഹാർ അതിലേക്ക്, അതായത് മെയിൻ ലൈൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്സിലേക്ക് വരിക എന്ന് പറയുന്നത്, നമ്മൾ ബീമാരു സ്റ്റേറ്റ്സ് എന്നാണല്ലോ ബീഹാറിനെ കുറിച്ചൊക്കെ പറയുന്നത്. അവിടെയൊക്കെ ഈ പറയുന്ന പോലെ സ്റ്റോക്ക് മാർക്കറ്റ് പെനിട്രേറ്റ് ചെയ്തു എന്ന് പറയുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്. പിന്നെ ഒരു ചെറിയ കാര്യം കൂടി, അതായത് ഈ ലോസ് മേക്കിംഗ് കഴിഞ്ഞ ഒരു ബിസിനസ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു ശനിയാഴ്ച. അതായത് നമ്മൾ സാധാരണ ഈ ലോസ് മേക്കിംഗ് കമ്പനി ചിലപ്പോൾ ആൾക്കാർ ചിലപ്പോൾ, അതായത് ഇൻവെസ്റ്റേഴ്സ് ലോസ് മേക്കിംഗ് കമ്പനിയെ ഇൻവെസ്റ്റ് ചെയ്തേക്കാം, ലിസ്റ്റഡ് ആയിട്ടുള്ള കാര്യം. എന്താ, ഇനി അത് ചിലപ്പോൾ അതിൻ്റെ നെഗറ്റീവ്സ് ഒക്കെ കഴിഞ്ഞു, ഒരു ടേൺ അറൗണ്ട് വരികയാണ്. അതായത് അതിൻ്റെ നെഗറ്റീവ് കാലങ്ങളെ കഴിഞ്ഞു, പോസിറ്റീവായിട്ട് വരാൻ പോകുന്നു എന്നുള്ളൊരു കാരണത്താൽ നമ്മൾ മേടിക്കുന്ന ഒരു പതിവുണ്ട്. സാധാരണ ഈ പീറ്റർ ലിഞ്ച് എന്ന് പറഞ്ഞിട്ട് മെഗലൻ ഫണ്ടിൻ്റെ എക്സ് ഫണ്ട് മാനേജർ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 6 കാറ്റഗറി ഓഫ് സ്റ്റോക്സ്, അതായത് ഹൈ ഗ്രോത്ത്, പിന്നെ സ്ലോ ഗ്രോവേഴ്സ്, സൈക്ലിക്കൽ, അസറ്റ് പ്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു 6 കാറ്റഗറിയിൽ ഒരു കാറ്റഗറി അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ തീർച്ചയായിട്ടും ടേൺ അറൗണ്ട് സ്റ്റോക്ക് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ആ ടേൺ അറൗണ്ട് സ്റ്റോക്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന വെൽത്ത് ഭയങ്കരമാണ്. അപ്പോൾ എല്ലാവരും നെഗറ്റീവായിട്ട് നിൽക്കുകയും കമ്പനി ടേൺ അറൗണ്ടും ചെയ്യുമ്പോൾ വലിയൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ സംഭവമുണ്ട്. കാര്യം വെച്ചാൽ ഈ പറയുന്ന പോലെ ഈ 2025 ഈ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ, അതായത് ഈ മോട്ടിലാൽ ഓസ്വാൽ, അതിൽ മാർച്ച് 24 ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ മോട്ടിലാൽ ഓസ്വാൽ 72 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാർച്ച് 2025 നോക്കുകയാണെങ്കിൽ 64 കോടി ലോസാണ്. ഓക്കെ, എന്നാൽ ആ സ്റ്റോക്ക് എത്ര കയറി എന്നറിയോ ഈ സമയം കൊണ്ട്? നിയർലി 50% ആ സ്റ്റോക്ക് കയറി എന്നുള്ളതാണ്.
അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡസിൻ ബാങ്ക് ശരിക്കും പറഞ്ഞാൽ മാർച്ച് 2024 $2,349 crores ആയിരുന്നു എൻ്റെ പ്രോഫിറ്റ്. മാർച്ച് 2025 -2,328 crore, അതായത് ലോസ് ഓഫ് 2,380 crores. അതിൻ്റെ പ്രൈസ് എത്ര കയറി? 30% കയറി എന്നുള്ളതാണ്. റേമൺ ലൈഫ് സ്റ്റൈൽ കഴിഞ്ഞ മാർച്ചിൽ ഈ പറഞ്ഞ 235 കോടി ലാഭമായിരുന്നെങ്കിൽ ഈ മാർച്ച് 2025 ആകുമ്പോഴത്തേക്കും 45 crores ലോസ് ആയിരുന്നു. സ്റ്റോക്ക് 25% കയറി. ഇത് ടേൺ അറൗണ്ട് എന്നുള്ള രീതിയിൽ കയറിയതാണോ, അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കാത്തതാണോ ഈ പ്രോഫിറ്റും ലോസും, അല്ലാണ്ടെങ്കിൽ ഒരു കോംപ്ലൈസൻസി ആണോ മാർക്കറ്റിൽ കാണുന്നതെന്നുള്ളത് നമുക്കറിയില്ല. ബട്ട് ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ എന്നൊരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. വളരെ രസകരമായിട്ടുള്ള ന്യൂസും സ്പോർട്സ് ഫീൽഡുമായിട്ടുള്ളതാണ്. ഈ പറയുന്ന പോലെ ഇന്നൊരു സ്പോർട്സിൻ്റെ റിസൾട്ട് വരും, ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് മാച്ചിനെന്നുള്ളത്. അതുമാത്രമല്ല ട്രംപിൻ്റെ കാര്യങ്ങൾ എങ്ങനെ വരുമെന്ന് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ വീക്കെൻഡിൽ നമ്മൾ പ്രതീക്ഷിച്ചത് ഇന്ത്യ ആയിട്ടുള്ള ട്രേഡ് ഡീൽ സൈൻ ചെയ്യും എന്നാണ് പൊതുവേ നമ്മൾ പ്രതീക്ഷിച്ചതെന്നുള്ളത്. അത് നടന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് നടന്നില്ല? വി ആർ ഫാസ്റ്റ് അപ്രോച്ചിങ് ദാറ്റ് ടൈം. ഇന്ന് ഓൾറെഡി നമുക്കറിയാലോ ജൂലൈ 14 ആയിക്കഴിഞ്ഞു. ഓഗസ്റ്റ് 1 എന്ന് പറയുന്ന ലാസ്റ്റ് ഡേറ്റ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞേക്കണേന്നുള്ളത്. അറിയില്ല, ജൂലൈ 8, 9 നമ്മൾ കട്ട് ഓഫ് ആയിട്ട് പറഞ്ഞു. നമുക്ക് ഏതായാലും ലെറ്റർ കിട്ടിയിട്ടില്ല. ഏതായാലും 22 രാജ്യങ്ങൾക്ക് ലെറ്റർ കിട്ടിയാലും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള എവിടെയാണ് സ്റ്റക്ക് എന്ന് എനിക്കറിയില്ല. ഫാമിംഗ്, ഡയറി നമുക്കറിയാലോ, എന്താ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിലാണ്. ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ പോയിന്റ് ഓഫ് ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻ എന്നുള്ള പറഞ്ഞു. ഈ ആഴ്ച എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രതിനിധികൾ അമേരിക്കയിലുണ്ട്. ഏതായാലും ആ കാര്യങ്ങൾ കൂടുതൽ ഒരു മികച്ച രീതിയിലേക്ക് തന്നെ വരട്ടെ എന്നുള്ള ഒരു പ്രത്യാശ മാത്രമേ നമുക്ക് വെക്കാൻ പറ്റുകയുള്ളൂ. ഏതായാലും സർ, നമുക്ക് മാർക്കറ്റിന്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് കൂടി കിടക്കാം. അതിനായിട്ട് ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്ന് നിഖിലാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. നിഖിൽ, നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നൊരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. സെക്ടേഴ്സിലൊക്കെ തന്നെ എസ്പെഷ്യലി IT ആണ് ഇന്ന് ഏറ്റവും അധികം ഒരു വീഴ്ചയിലേക്ക് ആദ്യത്തെ മിനിറ്റിൽ തന്നെ പോയിരിക്കുന്നത്. 1% കൂടുതലുള്ള ഒരു ഇടിവ് IT-യുടെ ഭാഗത്തു നിന്നുകൊണ്ട്. മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റി 50 നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് നെഗറ്റീവായ ഒരു രീതിയിൽ, അതായത് ഏകദേശം ഒരു 40 ബേസിസ് പോയിന്റുകളുടെ ഒരു നഷ്ടത്തോടു കൂടി 21,109 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിലേക്ക് കടക്കുകയാണെങ്കിൽ 23 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ 27 ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടിവാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്ക് ഇപ്പോൾ പ്രതികരിക്കുന്നത്. 56,831 എന്ന് പറഞ്ഞൊരു നിരക്കിൽ ട്രേഡിംഗ് നടക്കുന്ന നിഫ്റ്റി ബാങ്കിൽ നിന്ന് നിലവിൽ 8 ഓഹരികൾക്ക് ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നു. 4 ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഇടിവിൽ നിഫ്റ്റി ബാങ്കിൽ ട്രേഡിംഗ് നടത്തി വരുന്നു. ഇന്നത്തെ ഒരു നിഫ്റ്റി 50-ൽ തന്നെ കമ്പനികളുടെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ശക്തമായൊരു പെർഫോമൻസ് നിലവിൽ കാണാൻ സാധിക്കുന്നത് ഇൻഡസിൻ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഏകദേശം 1.25% മുകളിലുള്ളൊരു നേട്ടം നിലവിൽ ഇൻഡസിൻ ബാങ്ക് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നു. ഗ്രാസിം ഇൻഡസ്ട്രീസ് പരിശോധിക്കുകയാണെങ്കിലും ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1% മുകളിലുള്ളൊരു നേട്ടം ഇരു ഓഹരികളും കാഴ്ചവെക്കുമ്പോൾ അപ്പോളോ ഹോസ്പിറ്റൽസ് 0.25% മുകളിലും ഇറ്റേണലിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 0.5% മുകളിലുള്ളൊരു നേട്ടവും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഇടിവിലുള്ള നിഫ്റ്റി 50 ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഇടിവ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ബജാജ് ഫിനാൻസിൻ്റെ ഓഹരികളാണ്. ഏകദേശം 2% മുകളിലുള്ളൊരു ഇടിവിൽ ബജാജ് ഫിനാൻസ് ഓഹരികൾ. HCL ടെക്കിൻ്റെത് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1.5% ഇടിവ് HCL ടെക്ക് രേഖപ്പെടുന്നു. ടെക് മഹീന്ദ്ര 1.25%ഉള്ളൊരു ഇടിവും രേഖപ്പെടുന്നു. അതായത് IT കമ്പനികളുടെയും മറ്റുമൊക്കെ പാദഫലങ്ങൾ വരാനിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് തന്നെയായിരിക്കാം ഈ IT-യിലുള്ള ഈ ഒരു തിരിച്ചടി എന്നാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിഫ്റ്റി 50-ൽ തന്നെ ഇടിവിൽ തുടർന്ന കമ്പനികൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് 5-ൽ ഇടിവിൽ തുടർന്ന കമ്പനികൾ പരിശോധിച്ചാൽ ആദ്യ 4 കമ്പനികളും IT കമ്പനികളാണ് എന്നൊരു കാര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇൻഫോസിസ് പരിശോധിക്കുകയാണെങ്കിലും വിപ്രോ പരിശോധിക്കുകയാണെങ്കിലും നിലവിൽ ഇപ്പോൾ 1% മുകളിലുള്ള ഇടിവിപ്പോൾ IT കമ്പനികൾ ഇപ്പോൾ രേഖപ്പെടുന്നു. അടുത്തായിട്ട് നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവായ രീതിയിൽ 56,841 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. ഇതിൽ തന്നെ കമ്പനികളുടെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ കാനറ ബാങ്കിൻ്റെ ഓഹരികൾ ഏകദേശം 2.25%ഉള്ളൊരു നേട്ടം കാഴ്ചവെക്കുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഫെഡറൽ ബാങ്ക് ഓഹരികൾക്ക് 1.5% മുകളിലുള്ള നേട്ടത്തിലേക്കും എത്താൻ സാധിക്കുന്നു. ബാങ്ക് ഓഫ് ബറോഡ പരിശോധിക്കുകയാണെങ്കിലും ഇതേ തോതിലുള്ള ഒരു നേട്ടമുണ്ടാകുന്നു. IDFC ഫസ്റ്റ് ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1.5%ഉള്ളൊരു നേട്ടം നിലനിർത്തി കൊണ്ടുള്ള ട്രേഡിംഗ് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. എങ്കിൽ കൂടി ഇടിവിലുള്ള ബാങ്കിങ് കമ്പനികൾ പരിശോധിക്കുകയാണെങ്കിൽ AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.25% മുകളിലേക്കുള്ളൊരു ഇടിവിലേക്ക് കടക്കേണ്ടി വന്നിരിക്കുന്നു. HDFC ബാങ്ക് 0.5%ഉള്ളൊരു ഇടിവ് രേഖപ്പെടുത്തുന്നു. കോട്ടക് മഹീന്ദ്ര ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും മാർജിനലായൊരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്.
ഇന്നത്തെ സെക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. എങ്കിൽ കൂടിയും കൂടുതൽ സെക്ടറുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നു. ഇതിൽ തന്നെ നിഫ്റ്റി ഐ.ടിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1% ഉള്ളൊരു ഇടിവുണ്ടാകുമ്പോൾ നിഫ്റ്റി PSU ബാങ്കിങ് സൂചികയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായൊരു നേട്ടം രേഖപ്പെടുത്താനും സാധിക്കുന്നു. നിഫ്റ്റി PSU ബാങ്കിങ് സൂചിക പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം 1.25% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 7109 എന്ന് പറഞ്ഞൊരു നിരക്കിൽ ഇപ്പോൾ ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് നിഫ്റ്റി PSU ബാങ്കിങ് സൂചികയ്ക്ക് സാധിക്കുന്നു. ഈ ഒരു റാലി പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഒരു മികച്ച പെർഫോമൻസ് നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് യൂണിയൻ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഏകദേശം 2.25% മുകളിലുള്ള നേട്ടം യൂണിയൻ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇന്ത്യൻ ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 1.5%, സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഓഹരികളും ഏകദേശം 0.5% മുകളിലുള്ള നേട്ടം കാഴ്ചവെക്കുമ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യ 0.25% നേട്ടവും പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഓഹരികൾക്ക് 0.25% മുകളിലുള്ള ഒരു പെർഫോമൻസും കാഴ്ചവെക്കാൻ സാധിക്കുന്നു. മറ്റ് ഓഹരികളായിട്ടുള്ള ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പരിശോധിക്കുകയാണെങ്കിലും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പരിശോധിക്കുകയാണെങ്കിലും യൂക്കോ ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഒക്കെയുള്ളൊരു നേട്ടം തന്നെയാണ് ഇപ്പോൾ നിഫ്റ്റി PSU ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നേട്ടം 1.25% ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടി സാധിക്കുന്നത് എന്നൊരു വാർത്തയാണുള്ളത്. മറ്റൊരു മികച്ച ഒരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്ന ഒരു സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി മെറ്റൽ സൂചികയാണ്. ഏകദേശം 0.5% ഒരു നേട്ടം നിഫ്റ്റി മെറ്റൽ സൂചിക കാഴ്ചവെച്ചുകൊണ്ട് 9429 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. ഇതിൽ തന്നെ കമ്പനികളുടെ ഒരു പെർഫോമൻസിലേക്ക് വരുമ്പോൾ വേദാന്തയുടെ ഓഹരികൾ 1% ഒരു നേട്ടമുണ്ടാക്കുന്നു. ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ ഓഹരികൾക്കാണ് ഇപ്പോൾ മികച്ച രീതിയിലുള്ളൊരു മൊമെൻറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. ഏകദേശം 2% മുകളിലുള്ളൊരു വളരെ ശക്തമായൊരു മൊമെൻറ്റം ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. നാഷണൽ അലുമിനിയം കോർപ്പറേഷൻ ആണെങ്കിലും ജിൻഡാൽ സ്റ്റെയിൻലെസ് ആണെങ്കിലും ഏകദേശം 0.5% മുകളിലുള്ളൊരു നേട്ടവും നിലവിൽ കാഴ്ചവെക്കുമ്പോൾ ഇടിവിലുള്ള മെറ്റൽ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ വെൽസ്പൺ കോർപ്പറേഷൻ്റെ ഓഹരികളും APL അപ്പോളോ ട്യൂബ്സിൻ്റെ ഓഹരികൾക്ക് മറ്റുമൊക്കെ ഇടിവിലേക്ക് പോകേണ്ടി വരുന്നു. അപ്പോളോ ട്യൂബ്സ് ഓഹരികൾ 0.5%, ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം 0.5% മുകളിലേക്കുള്ള ഇടിവുമാണ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി മെറ്റൽ സൂചികയിൽ നിന്ന് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൂചിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ IT സൂചികയാണ്. ഏകദേശം 300 ബേസിസ് പോയിന്റുകളുടെ ഒരു നഷ്ടം നിഫ്റ്റി IT സൂചികയിൽ വന്നുകൊണ്ട് 37,395 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. ഇതിൽ തന്നെ കമ്പനികളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കൊഫോർജിൻ്റെ ഓഹരിയിൽ മാത്രം ഏകദേശം ഒരു 0.5% ഒരു നേട്ടം നിലവിൽ കാണുമ്പോൾ ബാക്കിയുള്ള എല്ലാ ഓഹരികൾക്കും ഇപ്പോൾ ഇടിവ് നേരിടേണ്ടി വരുന്നു. ഇതിൽ തന്നെ ഇൻഫോസിസ് ഓഹരികളും മറ്റും 1% മുകളിലുള്ള ഇടിവ്, HCL ടെക് 1.5%, L&T ടെക്നോളജി സർവീസസിനെ സംബന്ധിച്ചിടത്തോളം 1.25%, ടെക് മഹീന്ദ്ര 1% മുകളിൽ, വിപ്രോ ഓഹരികൾക്ക് 0.25% മുകളിലും, LTI മൈൻട്രിയുടെ ഓഹരികൾ 1%, TCSൻ്റെ ഓഹരികൾക്ക് ഏകദേശം 0.5% മുകളിലുമുള്ളൊരു ഇടിവ്. അതായത് പാദഫലങ്ങൾ വന്ന കമ്പനികളും വരാനിരിക്കുന്ന കമ്പനികളും ഒരേപോലെ ഒരു നെഗറ്റീവ് ടോണിൽ പെർഫോം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിഫ്റ്റി ഐ.ടിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് എന്നൊരു നിലയിൽ ഇന്നിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത് മോത്തിലാൽ ഓസ്വാൾ സർവീസ് അവന്യൂ സൂപ്പർ മാർട്ടിന് നൽകിയിരിക്കുന്ന ഒരു ഔട്ട്ലുക്കാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 2026 ഒന്നാം പാദത്തിലെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ അത്ര ഒരു മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒന്നാം പാദത്തിൽ എബിഡ മാത്രം നോക്കുകയാണെങ്കിൽ ഏകദേശം 8% ഒരു വളർച്ചയാണ് കമ്പനിക്ക് ഉണ്ടായിരുന്നത്. എസ്റ്റിമേറ്റ് വെച്ച് പരിശോധിക്കുകയാണെങ്കിലും മറ്റുമൊക്കെ എസ്റ്റിമേറ്റ് എന്നൊരു രീതിയിലേക്കുള്ളൊരു ഉയർച്ച കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചില്ല. എങ്കിൽ കൂടിയും സ്റ്റാൻഡ് അലോൺ റവന്യൂ മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിലും മറ്റുമൊക്കെ ഏകദേശം ഒരു 16% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ടാകുന്നു. കമ്പനിയുടെ സ്റ്റോർ എക്സ്പാൻഷനും മറ്റുമൊക്കെ നോക്കുകയാണെങ്കിൽ മികച്ച രീതിയിൽ തന്നെയുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 14% ഒരു സ്റ്റോർ എക്സ്പാൻഷൻ നടത്താൻ വേണ്ടി സാധിക്കുന്നു. എങ്കിൽ കൂടിയും LFL ഗ്രോത്തും മറ്റുമൊക്കെ നോക്കുകയാണെങ്കിലും മറ്റുമൊക്കെ ഒരു 7.1% എത്തിയ ഒരു കുറവ് തന്നെയാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. എങ്കിൽ കൂടിയും കമ്പനിയുടെ ഒരു സ്റ്റോറുകളുടെ എണ്ണം കൂട്ടിയിട്ടുള്ള ഗ്രോത്ത് എത്തിപ്പിടിക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി വളരെ മികച്ച രീതിയിൽ തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 9 സ്റ്റോർ എന്നൊരു നിരക്കിലുള്ള ഒരു ഗ്രോത്ത് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് ഇപ്പോഴും സാധിക്കുന്നു. മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെൻറ്റ് ചെറിയ രീതിയിലും മറ്റുമൊക്കെ റവന്യൂ കുറയും എന്നൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കമ്പനിയുടെ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിലും നിലവിൽ കമ്പനിക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റുകളിലേക്ക് കടക്കുമ്പോഴും ചെറിയ രീതിയിലുള്ള ഒരു തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഇതൊരു ലോങ് ടേമിലേക്ക് നോക്കുകയാണെങ്കിൽ നിലവിൽ ഈ ഒരു കോസ്റ്റ് കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി അതിൻ്റെ സർവീസസ് മെച്ചപ്പെടുത്താൻ വേണ്ടി തയ്യാറെടുക്കുന്നു, കപ്പാസിറ്റി ബിൽഡ് ചെയ്യുന്നു, ഇൻഫ്ലേഷനും മറ്റു രീതിയിലുള്ള എൻട്രി ലെവൽ വേജസും മറ്റുമൊക്കെ കാഴ്ചവെക്കുന്നു എന്നുള്ളത് ഫ്യൂച്ചറിസ്റ്റിക്കലി നോക്കുമ്പോൾ ഡിമാർട്ടിനെ സംബന്ധിച്ചിടത്തോളം അഥവാ അവന്യൂ സൂപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ മോത്തിലാൽ ഒസ്വാൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നിലവിൽ ഏകദേശം ഒരു ബൈ റേറ്റിംഗ് ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 4500 രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. കമ്പനിയുടെ നിലവിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 0.25% മുകളിലുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 4034 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഇപ്പോൾ അവന്യൂ സൂപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം
ഒരു ട്രേഡിംഗ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അവസാനമായിട്ട് മാർക്കറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ പറയാൻ സാധിക്കുക, നമ്മൾ മുമ്പ് കണ്ടതുപോലെ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് നെഗറ്റീവായ രീതിയിൽ 21,112 എന്ന് പറയുന്ന ഒരു നിരക്കിലും, നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് പോസിറ്റീവായി 56,843 എന്ന് പറയുന്ന ഒരു രീതിയിലുമാണ് ഈ ഒരു തുടക്ക മണിക്കൂറുകളിൽ ഇപ്പോൾ ഒരു ട്രേഡിംഗ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവയൊക്കെയാണ് ജാസ്മിൻ നമുക്ക് ഈ ആദ്യ മണിക്കൂറുകളിൽ ഒരു മാർക്കറ്റ് അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത്. റിസർച്ച് ഡെസ്കിൽ നിന്ന് നിഖിലാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് നൽകിയത്. ഇനി നമുക്ക് ഏതായാലും ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മുടെ ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ജോയിൻ ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ. മോർണിംഗ് ജാസ്മിൻ, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഏതായാലും മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണുന്നത്. എഗെയിൻ 25,200 എന്നുള്ളൊരു മാർക്കൊക്കെ തന്നെ കൈവിട്ടുകൊണ്ട് 25,100 എന്നുള്ള ഒരു നിലവാരത്തിൽ നിഫ്റ്റി 50 ട്രേഡ് ചെയ്യുന്നു. പ്രധാനപ്പെട്ട സെക്ടേഴ്സിലൊക്കെ തന്നെ നമുക്ക് ആ ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? ജാസ്മിൻ, നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് കഴിഞ്ഞ 5-8 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. 25,480 ആയിരിക്കും ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല്. ആ ലെവല് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ ചാൻസസ് ഉണ്ട്. സർ, നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം 75 പോയിന്റുകളോളം ഒരു മുന്നേറ്റം നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണുന്നു. 56,824 എന്നുള്ളൊരു നിലവാരത്തിലാണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഇന്ന് PSU പ്രൈവറ്റ് ബാങ്ക് സൂചികളിലടക്കം നമുക്കൊരു മുന്നേറ്റം കാണുന്നുണ്ട്. ഏറ്റവും അധികം ലീഡ് ചെയ്യുന്നതും PSU ബാങ്ക് ഇൻഡെക്സ് തന്നെയാണ്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻസ് നമുക്ക് ബാങ്ക് ഇൻഡെക്സിലും കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലുള്ള സാറിൻ്റെ ഒരു എങ്ങനെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു മൈനർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്ന 56,600 പോയിന്റിലാണ്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുമോ എന്ന് നമുക്ക് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. സോ അറ്റ് ദ മൊമെന്റ് നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച് ആറ്റിറ്റ്യൂഡ് തന്നെ എടുക്കണം. നമ്മൾ ഇമ്മീഡിയറ്റ് ഇന്നത്തെ ട്രേഡിങ്ങിന് വേണ്ടി, ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 57,100 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം നമുക്ക് ലോ റിസ്കിൽ ഇൻട്രാഡേക്ക് വേണ്ടി ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കും. പ്രദീപ് സർ, ഇനി സെക്ടർ സ്പെസിഫിക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും IT സെഗ്മെന്റ് തന്നെയാണ് ഇന്ന് ഏറ്റവും അധികം ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നത്. തുടക്കത്തിൽ തന്നെ 1% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു ഇടിവ് കണ്ടിന്യൂ ചെയ്യുകയാണ്. എസ്പെഷ്യലി ക്വാർട്ടർലി നമ്പേഴ്സ്, ഏണിംഗ് നമ്പേഴ്സ് തന്നെയാണ് IT ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും വരുന്നത്. സ്ട്രീറ്റ് എസ്റ്റിമേറ്റുകൾക്ക് ഒത്തുയരാനായിട്ട് പ്രധാനമായിട്ടും TCS അടക്കമുള്ള കമ്പനികൾക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. IT ഇൻഡെക്സിലുള്ള സാറിൻ്റെ ഒരു വ്യൂ എങ്ങനെയാണ്? നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിൽ കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് നമുക്ക് ബെയറിഷ്നെസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ആൻഡ് ആ ഒരു ട്രെൻഡ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം IT മേഖലയിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 36,650 സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ട് ലെവല് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് വീണ്ടും നമുക്ക് അധികം സെല്ലിംഗ് പ്രഷർ ഈ ഇൻഡെക്സിൽ കാണാൻ സാധിക്കും. ഏതായാലും മറ്റ് പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ VIP ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. VIPയുടെ സ്റ്റോക്ക് ഇന്ന് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 2% കൂടുതൽ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. പ്രൊമോട്ടർ സെയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തകൾ തന്നെയാണ് വരുന്നത്. ഏകദേശം കമ്പനിയുടെ 32% ഓഹരികൾ വിൽക്കാൻ ഒരുങ്ങുകയാണ് പ്രൊമോട്ടർമാർ എന്നുള്ളത് തന്നെയാണ് VIP ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്റ്റോക്ക് ഇടിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. VIPയിലുള്ള സാറിൻ്റെ ഒരു വ്യൂ എങ്ങനെയാണ്? VIP ഇൻഡസ്ട്രിയുടെ കേസിൽ നമുക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. നമ്മൾ VIP ഇൻഡസ്ട്രിയിലെ കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നേട്ടം കിട്ടിയിരുന്നു VIP ഇൻഡസ്ട്രിയുടെ കേസിൽ. ഇന്ന് നമ്മൾ ഈ കണ്ടിരിക്കുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഞാൻ അറ്റ് ദ മൊമെന്റ് പ്രോഫിറ്റ് ടേക്കിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്തത്തുള്ളൂ. അഫ്കോഴ്സ് ഇന്ന് നമുക്ക് ലോ റിസ്ക് ആയിട്ട് പുതിയ ബൈയിങ് അവസരങ്ങൾ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 400 രൂപയുടെ സപ്പോർട്ടായിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമ്മളൊരു ഡേഞ്ചറിലോട്ട് VIP ഇൻഡസ്ട്രിയുടെ കേസിൽ മാറാൻ പോകുന്നുള്ളൂ.
പ്രദീപ് സർ, ക്വാർട്ടർലി നമ്പേഴ്സ് വന്നിട്ടുള്ള അവന്യൂ സൂപ്പർ മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഒരു നെഗറ്റീവ് നോട്ടിലായിരുന്നു, ഇപ്പോൾ അതൊരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലേക്ക് മാറിയിട്ടുണ്ട്. മിക്സഡ് ആയിട്ടുള്ള നമ്പേഴ്സാണ് അവന്യൂ സൂപ്പർ മാർട്ടിൽ നിന്നും ഡിമാർട്ടിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഏതായാലും പക്ഷേ സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് ചെയ്ത അത്ര ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് കൂടി പ്രേക്ഷകർ അറിയേണ്ടതുണ്ട്. ഏതായാലും ഈ ഒരു സ്റ്റോക്കിൽ അവന്യൂ സൂപ്പർ മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? അവന്യൂ സൂപ്പർ മാർക്കറ്റിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3890 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. മറ്റൊരു സ്റ്റോക്ക് BEML ആണ്. ഇന്നിപ്പോൾ 1.47% ഒരു മുന്നേറ്റം BEMLന്റെ സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് ഈ വരുന്ന ആഴ്ചകളിൽ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും. സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാനുള്ള നിർണായകമായിട്ടുള്ള ഒരു യോഗമാണ്. ഏതായാലും ഈ ഒരു സ്റ്റോക്കിന്മേലുള്ള സാറിന്റെ റിവ്യൂ എങ്ങനെയാണ്? BEMLന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 4-5 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് 4300 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറണ്ട് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. പ്രദീപ് സർ, ഇന്നൊരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിൽ ഒരു 1% നേട്ടത്തിലാണ് ഗ്രാസിമിന്റെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം നിലവിലത്തെ ഒരു ഇന്ന് ഒരു ഓപ്പണിംഗ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 2774 രൂപ എന്നുള്ളതായിരുന്നു. അവിടെ നിന്നും 2780 രൂപ എന്നുള്ള ഒരു ഡേ ഹൈ നിലവിലത്തെ ഒരു കണ്ടീഷനിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഗ്രാസിമിനെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? ഈ ഒരു സ്റ്റോക്കിലെ പ്രധാനപ്പെട്ട ലെവലുകൾ. ഗ്രാസിം ഇൻഡസ്ട്രിയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറണ്ട് ലെവൽസിൽ തന്നെ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. നമ്മളൊരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 2812 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 2750 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പ്രദീപ് സാർ, ഇൻഡെക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും PSU ബാങ്ക് ഇൻഡെക്സിന്റെ ഒരു വലിയ സപ്പോർട്ടുണ്ട്. 1.27% ഒരു നേട്ടമാണ് PSU ബാങ്ക് ഇൻഡെക്സ് കാഴ്ചവെക്കുന്നത്. എസ്പെഷ്യലി മേഖലയിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലൊക്കെ തന്നെ നമുക്ക് ആ ഒരു ബൈങ് ഇൻട്രസ്റ്റും കാണാൻ സാധിക്കുന്നുണ്ട്. ഇയർ ടു ടിൽ ഡേറ്റിൽ PSU ബാങ്കിന്റെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 8.7% എന്നുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിട്ടേൺ നൽകിയിട്ടുമുണ്ട്. PSU ബാങ്കിന്റെ ഇനി മുന്നോട്ട് ഒരു വ്യൂ എങ്ങനെയാണ്? അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. നമുക്ക് PSU ബാങ്കിങ് സ്റ്റോക്സിൽ പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. PSU ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്ന 7280. 7280 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് വലിയ മുന്നേറ്റം തന്നെ പ്രതീക്ഷിക്കാം. നമ്മളിനിപ്പോൾ സ്റ്റോക്ക് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ജെയിൻ സ്ട്രീറ്റിന്റെ ഇഷ്യൂ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ 2 ആസ്പെക്റ്റുകളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ജെയിൻ സ്ട്രീറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു റിപ്പോർട്ട് വരുന്നത് വീണ്ടും മാർക്കറ്റിലേക്ക് അവരുടെ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലേക്കുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത്. ഏകദേശം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 4843 കോടി രൂപയുടെ ഒരു നിക്ഷേപം ഉണ്ടായിരിക്കുന്നു. വീണ്ടും എസ്ക്രോ അക്കൗണ്ടുകളിലേക്ക് പോയിരിക്കുന്നു. ജെയിൻ സ്ട്രീറ്റ് വീണ്ടും മാർക്കറ്റിൽ സജീവമാകുന്നു എന്നുള്ളൊരു വാർത്തകളാണ് വരുന്നത്. ഈ ഒരു കേസിലൊക്കെ തന്നെ നമ്മൾ ജെയിൻ സ്ട്രീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ത്രൂ ഔട്ട് ദ കേസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സാറിന്റെ ഒരു ആസ്പെക്ട് എങ്ങനെയാണ്? ജാസ്മിൻ, ഇതിൽ സ്മോൾ ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എസ്പെഷ്യലി നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് മേഖലയിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ആദ്യം തന്നെ നമ്മൾ ആരുടെ എഗൻസ്റ്റ് ആയിട്ടാണ് മത്സരിക്കാൻ പോകുന്നത്. ജെയിൻ സ്ട്രീറ്റ് പോലെ വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളുടെ എഗൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അവരുടെ കൈവശമുള്ളത് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഹൈ ലെവൽ ട്രേഡിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടാകും. അവരുടെ കൈവശം ഹൈ സ്പീഡ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാകും. അവർക്ക് ഒത്തിരി പെട്ടെന്ന് ഡേറ്റ ലഭിക്കുന്നുണ്ടാകും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവരിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഒക്കെ ഹൈലി ട്രെയിൻഡ് ഹൈലി സ്കിൽഡ് ട്രേഡേഴ്സ് ഒക്കെ ആയിരിക്കും. സോ നമ്മൾ അൺലെസ് ആൻഡ് അൺടിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരു മേഖലയിലോട്ട്
നോക്കുക പോലും ചെയ്യരുത്. ബട്ട് നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗ് പഠിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം അതിനായിട്ടുള്ള സോഫ്റ്റ്വെയർ ഒക്കെ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. ബട്ട് ഈ ഒരു പ്രിപ്പറേഷൻ നമ്മൾ എടുക്കാൻ പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമ്മൾ ആ മേഖലയിലോട്ട് നോക്കുക പോലും പാടില്ല. കാര്യം നമുക്ക് ജെയിൻ സ്ട്രീറ്റിന് എഗൻസ്റ്റ് ആയിട്ട് അതല്ലെങ്കിൽ മത്സരിക്കാൻ സാധിക്കത്തില്ല. പ്രദീപ് സർ, അവസാനമായിട്ട് ഈ ഒരു ആഴ്ചയിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട സെക്ടേഴ്സോ സ്റ്റോക്സോ സർ വാച്ച് ചെയ്യുന്നുണ്ടോ? ഒത്തിരി സ്റ്റോക്സ് എൻ്റെ റഡാറിലോട്ട് വന്നിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയാനുള്ള റെയിൽവേ മേഖലയിൽ നിന്നും ടിറ്റാഗ, കേരള ബേസ്ഡ് ആയിട്ടുള്ള കല്യാൺ ജുവലേഴ്സ് ആൻഡ് ഈസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്, ഐനോക്സ് വിൻഡ്, ഓറിയന്റ് ഗ്രീൻ എനർജി മുതലായ സ്റ്റോക്സ് ഒക്കെ എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ നിഫ്റ്റി 50യുടെ കേസിൽ ആ ഒരു കറക്ഷൻ പൂർത്തിയാകുമ്പോഴേക്കും ഐ എക്സ്പെക്ട് ദാറ്റ് നമുക്ക് വീണ്ടും ലോ റിസ്ക് ആയിട്ട് ബൈങ് അവസരങ്ങൾ ലഭിക്കും. നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഒരു സ്റ്റോക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും മുക്കം ദ ലിമിറ്റഡ് നമ്മുടെ ശ്രദ്ധയിലോട്ട് വെച്ചിരിക്കണം. താങ്ക് യു സോ മച്ച് പ്രദീപ് സർ. സുരജ് സർ, നമ്മളേതായാലും ഈ ഒരു ജെയിൻ സ്ട്രീറ്റിൻ്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് അതിലേക്ക് തന്നെ പോവുകയാണ്. വീണ്ടും ജെയിൻ സ്ട്രീറ്റ് ഈസ് ബാക്ക് എന്ന് തന്നെ പറയാം. ഈ ഒരു എസ്ക്രോ അക്കൗണ്ടിൽ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 4,843 കോടി രൂപയുടെ ഒരു നിക്ഷേപം അവർ നടത്തിയിരിക്കുന്നു. ശരിക്കും ഇത് എന്താണ് ഒരു പ്രൊസീജിയർ? എസ്ക്രോ അക്കൗണ്ട് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു താൽക്കാലികമായിട്ട് ഫണ്ട് ഇടാനുള്ള ഒരു ടെമ്പററി പ്ലേസ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ള ഒരു ഡീറ്റെയിൽസ് എങ്ങനെയാണ്? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ ഈ എസ്ക്രോ അക്കൗണ്ട് ബാങ്കുകളിൽ ഓപ്പൺ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു മെർജർ ആൻഡ് അക്യൂസിഷൻ വല്ലതും നടക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് കുറേ കണ്ടീഷൻസ് നമ്മൾ പറയും. ഈ കണ്ടീഷൻസ് നടന്നെങ്കിൽ മാത്രമേ ആ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എസ്ക്രോ അക്കൗണ്ട് എന്നൊരു ന്യൂട്രൽ അക്കൗണ്ടാണ്. അപ്പോൾ ഞാനും ജാസ്മിനും തമ്മിൽ എന്തെങ്കിലും ഒരു ട്രേഡ് ഡീൽ ഉണ്ടെന്ന് വിചാരിക്കുക, നമുക്ക് ചെറിയൊരു വിശ്വാസക്കുറവ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അങ്ങനത്തെ രീതിയിലുള്ള സ്കെപ്റ്റിക്കലാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു എസ്ക്രോ അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ ട്രേഡ് ഡീലിന് വേണ്ടിയിട്ടുള്ള കാശ് അതിനകത്ത് ഇടുന്നു എന്നുള്ള, എന്നിട്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ന്യൂട്രൽ ആയിട്ടുള്ള ആളാണ് സാധാരണ കേസിൽ ബാങ്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാരണ ലെവലിൽ ഞാൻ പറയാം. ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഇങ്ങനെ ആലോചിക്കുക, നമുക്കൊരു ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി, അതായത് നമ്മുടെ പേരൻസിൻ്റെ പ്രോപ്പർട്ടി, അവർ വില്ല് എഴുതിയപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു 5 or 6 മക്കളുണ്ടെന്ന് വിചാരിക്കാം. അതിൽ ഓരോ മക്കളും പല സ്ഥലത്താണ്, കുറച്ച് പേര് ഇവിടെ, കുറച്ച് സ്ഥലത്ത് പല രാജ്യങ്ങളിലായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ട്രേഡ് ഈ സ്ഥലം വിൽക്കണമെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മളൊരു എക്സിക്യൂട്ടർ എന്ന് പറയുന്ന ഒരാളെ വില്ലിൽ അപ്പോയിന്റ് ചെയ്യും. അതായത് ഈ 5 പേരെയും ഒറ്റയടിക്ക് നമുക്ക് കിട്ടില്ല, അല്ലെങ്കിൽ ആരുടെങ്കിലും ഒക്കെ മരണം സംഭവിക്കുകയാണെങ്കിലോ. അപ്പോൾ ഒരാളെ നമ്മൾ അതിൻ്റെ എക്സിക്യൂട്ടർ ആക്കും. അത് നാട്ടിലുള്ള ആളായിരിക്കാനാണ് സാധ്യത. അപ്പോൾ ആ എക്സിക്യൂട്ടറിനായിരിക്കും ഇത് നടത്തി എന്താ പറയുക, ഈ ചെക്ക് ഒപ്പിടാനും അല്ലെങ്കിൽ ആധാർ രജിസ്ട്രാറിന് മുന്നിൽ ഒപ്പിടാനൊക്കെയുള്ള ഈ പറയുന്ന പോലെ അതിനകത്തുള്ള ഒരു ബെനിഫിറ്റ്, ഒരു പ്രിവിലേജ്. പക്ഷേ ഈ പൈസ വരുമ്പോൾ ടോട്ടൽ പ്രൊസീഡ്സ് ഈ എക്സിക്യൂട്ടറിന് മാത്രം വരികയാണെങ്കിൽ ഇൻകം ടാക്സിൻ്റെ ലയബിലിറ്റി അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പോകും, അല്ലേ? അപ്പോൾ അത് വരാതിരിക്കാൻ ശരിക്കും പറഞ്ഞാൽ 5-6 ചെക്കുമായിട്ട് ചിലപ്പോൾ സെല്ലർ തരണമെന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പ്രോപ്പർട്ടിയുടെ സെയിൽ പ്രൊസീഡ്സ് റിസീവ് ചെയ്യാൻ വേണ്ടി ബാങ്കിൽ ചെന്ന് നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അത് ഇതേപോലെ ഒരു എസ്ക്രോ പോലത്തെ ഒരു അക്കൗണ്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തേക്ക് വരുമ്പോൾ ഈ വില്ലിൻ്റെ കോപ്പിയൊക്കെ വെച്ചിട്ടാണ് KYC വില്ലിൻ്റെ, അതായത് ഈ എക്സിക്യൂട്ടറിൻ്റെ KYC ഒക്കെ കൂടാതെ വില്ലിൻ്റെ കോപ്പിയും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ സെയിൽ പ്രൊസീഡ്സ് ആ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ബാങ്ക് അതിനെ വില്ലിൽ ആർക്കൊക്കെ ഓരോരുത്തർക്ക് എത്ര ശതമാനമാണ് കൊടുക്കേണ്ടതെന്നുള്ള ബാങ്ക് അതിനെ മൂവ് ചെയ്ത് അതാത് ടാർഗറ്റ് അക്കൗണ്ട്സിലേക്ക് ഇടും. അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും തരും. ഈ സ്റ്റേറ്റ്മെൻറ്റും കൂടെ നമ്മൾ കയ്യിൽ വയ്ക്കുകയാണെങ്കിൽ ഇൻകം ടാക്സിൽ നിന്ന് ഏതെങ്കിലും എക്സിക്യൂട്ടറിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഇത്രയും പൈസ റിസീവ് ചെയ്തില്ലെന്ന് ചോദിച്ചാൽ അല്ല, ഇതെല്ലാവർക്കും കൂടെ റിസീവ് ചെയ്താണെന്ന് പറയാനായിട്ടുള്ളൊരു തെളിവും കൂടെയാണ് ഈ എക്സിക്യൂട്ടർ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എസ്ക്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ സെബിയെ സംബന്ധിച്ച് സെബിയുടെ ഫസ്റ്റ് ഡിമാൻഡ് ഈ ജെയിൻ സ്ട്രീറ്റിൽ 4,840 കോടി നിങ്ങൾ എസ്ക്രോയിലേക്ക് അടയ്ക്കണം എന്നാണ്. അത് ഇമീഡിയറ്റ്ലി അവർ അടച്ചു എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, സൈക്കോളജിക്കലി നമ്മൾ അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ, ജെയിൻ സ്ട്രീറ്റ് ഈസ് കോൺഫിഡൻറ്റ്. ജെയിൻ സ്ട്രീറ്റ് കോൺഫിഡൻറ്റ്. ഞാൻ അന്നും പറഞ്ഞല്ലോ, ഞാനത് നോക്കുമ്പോണ്ടല്ലോ ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ ആ ലീഗൽ ലൂപ്പ് ഹോൾസ്, അതായത് ഇന്ത്യൻ F&O സിസ്റ്റത്തിൻ്റെ സെബിയുടെ ലൂപ്പ് ഹോൾസ് യൂട്ടിലൈസ് ചെയ്താണ് അവർ ചെയ്തതെന്നുള്ള അവരുടെ സോഫ്റ്റ്വെയർ. അതായത് ഇപ്പോൾ ഇത്രയും 30,000 കോടിയുടെ തിരിമറി അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് നടന്നിട്ട് അതിൽ 4,840 കോടിയെ ഇല്ലീഗലായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളൂ എന്നുള്ള. അപ്പോൾ അത് ഏതൊക്കെ ട്രേഡ്സ് ആണെന്നുള്ള ഡീറ്റെയിൽസ് വരട്ടെ എന്നുള്ള. അപ്പോൾ ഇനി അത് എസ്ക്രോ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ള ട്രേഡിംഗ് തുറന്നോളൂ എന്നാണ്. അതായത് ജെയിൻ സ്ട്രീറ്റ് ഇവിടെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്തില്ലേ ലാസ്റ്റ് 3-4 കൊല്ലം,
അപ്പോൾ അവരെന്താ ചെയ്ത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 15,000 കോടിയുടെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മേടിച്ച് അത് മാർജിനായിട്ട് വെച്ചിട്ടാണ് അവർ ക്യാഷ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തത്. അതേപോലെ ഇപ്പോൾ എസ്ക്രോ അക്കൗണ്ടിൽ സെബി പറഞ്ഞ അനുസരിച്ച് 4,800 കോടി രൂപ വെച്ചിട്ട് മാർജിനായിട്ട് വെച്ചിട്ട് അവർ ട്രേഡ് ചെയ്യണമെന്ന് മാത്രമല്ല അത് വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയത്. വളരെ ഇൻട്രസ്റ്റിംഗ് കേസാണ് ഈ ജെയിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് എക്സ്പോസസ് ദ ലൂപ്പ് ഹോൾസ് ഇൻ ദ ഇന്ത്യൻ F&O മാർക്കറ്റ്. അതായത് സെബി അതായത് വെറും ചെറിയ നമ്മളെ പോലത്തെ ആൾക്കാരെ തലയിൽ കയറുന്നതിന് പകരം ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൊരു പാഠം പുറത്തോട്ട് വരുന്നു എന്നുള്ളതാണ്. ഇനി സെബി അതിനകത്ത് ഫേസ് സേവ് ചെയ്യാനായിട്ട് എന്താ ചെയ്യണേ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ജാസ്മിൻ. യെസ് സാർ, നമ്മളേതായാലും ഇപ്പോൾ പ്രദീപ് സാറുമായിട്ട് സംസാരിച്ച സമയത്ത് VIP ഇൻഡസ്ട്രീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നൊരു അഗൈൻ ഒരു പ്രൊമോട്ടർ സെല്ലിംഗ് ആണ് VIP ഇൻഡസ്ട്രീസിൽ വന്നിരിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇടിവ് തന്നെയാണ്, 2% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു VIP ഇൻഡസ്ട്രീസിൽ ഈ പ്രൊമോട്ടർ സെല്ലിങ്ങിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജാസ്മിൻ, ശരിക്കും പറഞ്ഞാൽ ഞാൻ സാറ്റർഡേ എനിക്ക് സൺഡേ ഞാൻ പറഞ്ഞില്ലേ സൺഡേ കുറച്ച് ബിസി ആയി പോകും മൺഡേ. അപ്പോൾ അതുകൊണ്ട് മൺഡേ രാവിലെ ഞാൻ ചിലപ്പോൾ താമസിച്ചേ എണീക്കുള്ളൂ എന്ന് കാര്യം വെച്ചാൽ ഇത്രയും സ്പോർട്സ് ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ സാറ്റർഡേ തന്നെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൽ എന്താണെന്നുള്ള അപ്പോൾ സാറ്റർഡേ വരെ ശരിക്കും പറഞ്ഞാൽ ഇത് വെറും മാർക്കറ്റ് റൂമറായിരുന്നു. അപ്പോൾ ബോംബെ സർക്കിൾസിൽ ഞാൻ കുറച്ച് ഫണ്ട് മാനേജ്മെൻറ്റ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഈ പറഞ്ഞ പോലെ VIP സ്റ്റേക്ക് സെയിൽ അതായത് പിരമാൾസ് അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പോകണു എന്നുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ ന്യൂസ് വരും എന്നുള്ളൊരു ബോധം എനിക്കുള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ VIP എന്ന സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. എന്നാൽ ഞായറാഴ്ച തന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ന്യൂസ് വെളിയിൽ വന്നു എന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് ഇനി സർപ്രൈസ് ഒന്നുമില്ല. ബട്ട് ഞാൻ അതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ഒന്നും അല്ലല്ലോ പറയുന്നത്. നമ്മളൊരു ബിസിനസ് എന്താണെന്ന് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതെന്തിനാ? ഒരു ബിസിനസ് അവതരിപ്പിക്കാൻ വേണ്ടിയില്ല. നിങ്ങൾക്ക് സാധാരണ നിങ്ങളുടെ ദിനചര്യയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലിവിങ്ങിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു സ്റ്റോക്ക് ഐഡിയ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു സ്റ്റഡിയാണ് നമ്മൾ ഈ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ VIP സംബന്ധിച്ച് VIP 32% സ്റ്റേക്കാണ് അവർക്ക് വിൽക്കുന്നത് അല്ലേ. ഏതാണ്ട് 388 രൂപ, അതായത് മാർക്കറ്റ് പ്രൈസ് 450 രൂപയിൽ നിൽക്കുമ്പോഴാണ് 388, അതായത് സ്റ്റീപ്പ് ഡിസ്കൗണ്ട് ടു കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്നുള്ള. അപ്പം സ്റ്റോക്ക് താഴേക്ക് വരുന്നെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. അപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1764 കോടിയാണ് ഈ പറയുന്ന പോലെ 32% സ്റ്റേക്ക് സെയിൽ കൊണ്ട് ഈ പിരമാൾ ഫാമിലിക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അത് മേടിക്കുന്ന ആരാന്നറിയോ? മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ഇക്വിറ്റി ഉണ്ട്. മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞ പ്രൈവറ്റ് ഇക്വിറ്റി ഫൗണ്ട് ചെയ്ത രേണുക രാംനാഥ് എന്ന് പറഞ്ഞൊരു ലേഡിയാണ്. ഈ രേണുക രാംനാഥ് അവരുടെ ഒരു സ്പീച്ചൊക്കെ എനിക്ക് ബോംബെയിലൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള. അവർ ഈ പ്രൈവറ്റ് ഇക്വിറ്റി പല കമ്പനികളിലും അവരുടെ ഏർലി എൻട്രൻ്റ് ആണ്. ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്ത ഇതാണ്. അതായത് നമ്മളിപ്പോൾ ഉദാഹരണം PVR അവർ പണ്ട് മുതലേ ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. പിന്നെ ഡെലിവറിയിലും ഈ മൾട്ടിപ്പിൾസ് പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള. പിന്നെ നമ്മൾ കണ്ടാണ് ഈ സ്വിഗ്ഗിയും സൊമാറ്റോയും കൂടാതെ ഈ ഫിഷും മീറ്റും ഒക്കെ ഡെലിവറി ചെയ്യുന്ന നമ്മൾ ബൈക്കിൽ ഡെലിവറി ചെയ്യുന്ന കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ആപ്പ് ഉണ്ട് ലിഷ്യസ് എന്ന് പറഞ്ഞിട്ട്. ആ ലിഷ്യസ് ആപ്പിലും ഒരു ഏർലി ഇൻവെസ്റ്ററാണ്. പിന്നെ അതുപോലെ നമ്മൾ ഈ ക്രിക്കറ്റും IPL ഒക്കെ കാണുമ്പോൾ Dream11 എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടല്ലോ, ഈ ഗെയിമിംഗ് ആപ്പ്, അതിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ഒരു പ്രൈവറ്റ് ഇക്വിറ്റിയാണ് രേണുക രാംനാഥിൻ്റെ മൾട്ടിപ്പിൾസ് പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അവരും അതുകൂടാതെ മിഥുൻ സച്ചേത്തി ആരാന്നറിയോ? അതായത് ഫോർമർ CEO ഓഫ് കാരറ്റ് ലൈൻ. ഈ കാരറ്റ് ലൈൻ ടൈറ്റൻ മേടിച്ചുകൊണ്ട് പോയല്ലോ. അപ്പോൾ കാരറ്റ് ലൈൻ തുടങ്ങിയ ആളാണ് ഈ പറഞ്ഞ പോലെ മിഥുൻ സച്ചേത്തി. അപ്പോൾ മിഥുൻ സച്ചേത്തി മൾട്ടിപ്പിൾ സെക്യൂരിറ്റീസും കൂടെയാണ് ഇത് ചേർന്ന് ഈ പറഞ്ഞ പോലെ VIP പിരമാൾ ഫാമിലി, ദിലീപ് പിരമാൾ ആൻഡ് ഫാമിലിയുടെ കയ്യിൽ നിന്ന് 32% സ്റ്റേക്ക് മേടിക്കുന്നത് 1764 കോടി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതായാലും സെബിയുടെ റൂൾ പ്രകാരം ഒരു ഓപ്പൺ ഓഫർ ട്രിഗർ ചെയ്യും. അതായത് മാനേജ്മെൻറ്റ് ചേഞ്ച് വരാൻ നേരത്ത് ഇനി ഒരു ഓഫർ മറ്റുള്ള ഇൻവെസ്റ്റേഴ്സിന് അവർ കൊടുക്കണം. ആ ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമുള്ളവർക്ക് ടെൻഡർ ചെയ്യാം, ഇല്ലാത്തവർക്ക് വേണ്ട. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ 58% ഇവർ പോകും തോന്നുന്നു. അതായത് ടോട്ടൽ 58% ഈ പറയുന്ന പോലെ ഇവർ പോകും. അതായത് ഈ മൾട്ടിപ്പിൾ സെക്യൂരിറ്റി പുതിയ പ്രൊമോട്ടേഴ്സ് പോകുന്നുള്ള. അപ്പോൾ അഡീഷണൽ 1430 കോടിയും കൂടെ ആയിരിക്കാം ഈ പറയുന്ന പോലെ ഓപ്പൺ ഓഫറിന് വേണ്ടി നോക്കുന്നത്. അപ്പോൾ ഓപ്പൺ ഓഫറിൻ്റെ പ്രൈസ് 388 രൂപ എന്നുള്ളതാണ്. അപ്പോൾ അത് ടോട്ടൽ ഈ ഡീലിന് 3200 കോടി രൂപയാവും എന്നുള്ളതാണ് അതിനകത്ത് നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ചേഞ്ച് അതിനകത്ത് വരുന്നു എന്നുള്ള. ഇതിനകത്ത് വേറൊരു രസം എന്നറിയോ? ഇത് നടക്കണ കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സ്റ്റോക്ക് VIP സഫാരി ഇൻഡസ്ട്രീസാണ്. സഫാരി ഇൻഡസ്ട്രീസിൻ്റെ ലിസ്റ്റഡ് കോമ്പറ്റീറ്റർ ആണെന്നുള്ളത്. അതെങ്ങനെ പെർഫോം ചെയ്യണമെന്നാണ് നമുക്ക് നോക്കേണ്ടതെന്നുള്ളത്. ഇതിൻ്റെ ഈ 450 രൂപയിൽ നിൽക്കുമ്പോൾ 388 രൂപയ്ക്കാണല്ലോ ഈ സ്റ്റേക്ക് സെയിൽ നടക്കുന്നത്. ഇതിൻ്റെ ഭയങ്കര രസമാട്ടോ. അതായത് കോവിഡിൻ്റെ സമയത്ത് കറക്റ്റ് ചെയ്തപ്പോൾ എല്ലാം നമ്മുടെ ഇൻഡെക്സ് ഒക്കെ കറക്റ്റ് ചെയ്തപ്പോൾ ഇത് 220 രൂപ വരെ വന്ന സ്റ്റോക്കാണ്. ഈ 220 രൂപയിൽ നിന്ന് അത് തിരിച്ച് 2022 മാർച്ച് ആയപ്പോഴത്തേക്കും ഏതാണ്ട് 642 രൂപ ഹൈ പോയ ഒരു സ്റ്റോക്കാണിത്. പിന്നെ അവിടെ നിന്ന് ഗ്രാജുവലായിട്ട് ഈ ഡിക്ലൈൻ ചെയ്ത് ഏപ്രിൽ 2025, അതായത് 3 മാസം മുമ്പേ വീണ്ടും 266, കോവിഡ് ലോ 220 266 വരെ ഈ പറഞ്ഞ പോലെ മാർച്ച് 22 2025 ഏപ്രിൽ 2025 വന്നു എന്നുള്ള.
അവിടുന്ന് ഇത് 450 ഏതാണ്ട് 70% കൂടുതൽ അത് കയറി എന്നുള്ള. അപ്പോൾ ഈ ഡീല് എത്ര പേർക്ക് ഇത് നേരത്തെ അറിയാം, ഇൻസൈഡ് ഇൻഫർമേഷൻ എപ്പോഴേ ഇത് പുറത്തായി എന്നുള്ളത് നമ്മളെയും സ്പോട്ട്ലൈറ്റിൽ, എനിക്ക് സ്പോട്ട്ലൈറ്റല്ല, നമ്മൾ ഓപ്പണിംഗ് അവേഴ്സിൽ 2-3 മാസം മുമ്പ് ഇങ്ങനെ നടക്കാൻ ചാൻസ് ഉണ്ട്. അന്ന് മുതൽ ഈ സ്റ്റോക്ക് ഇത് കയറി പോകുന്നുണ്ടെന്നല്ല. നമ്മളിപ്പോൾ കയറി പേടിക്കാൻ പോകുമ്പോൾ അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ 388 266 രൂപ വെച്ച് നോക്കുമ്പോൾ 388 രൂപ നല്ല പ്രൈസായിരുന്നു അല്ലേ ഈ പ്ലേസ്മെൻറ്റിനുള്ള. പക്ഷേ അപ്പോഴത്തേക്ക് 450 കയറി എന്നുള്ളതാണ് അതിൻ്റെ രസമായിട്ടുള്ള ഒരു കാര്യം. ഏതാണ്ട് 6400 കോടിയാണ് അതിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കമ്പനിയുടെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ മോളിലൊക്കെ പോകുമ്പോൾ, നമ്മൾ മോളിലും എല്ലായിടത്തും പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ലൂലു പോലത്തെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴും VIP-യുടെ പെട്ടികൾ കാണാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ ശരിക്കും പറഞ്ഞാൽ 1968 എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്പനിയാണ് ഈ VIP ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ VIP-യുടെ ഗ്രോത്ത് തന്നെ കാണുന്നത് നമ്മൾ ഈ കാറിലൊക്കെ പോകുമ്പോൾ, ഈ ബൈക്കിൽ ഇപ്പോൾ എല്ലാവരും പോകുമ്പോൾ ഈ ബാക്ക് പാക്ക് ഇട്ട് പോകുന്ന കണ്ടില്ലേ. പലതും അവർ കമ്പ്യൂട്ടർ മേടിക്കുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ബാഗ് ആണെങ്കിൽ പോലും നിങ്ങൾ ഈ സ്കൈ ബാഗ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് കണ്ടുകണം, അത് VIP-യുടെ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒന്നാമത് ഈ ട്രാവൽ ആൻഡ് ടൂറിസം ഭയങ്കരമായിട്ട് ഇന്ത്യയിൽ പിക്കപ്പ് ചെയ്യുന്നു. അതുമല്ല ഈ ഗിഗ് വർക്കേഴ്സ്, ഇങ്ങനത്തെ ആൾക്കാർ, അതുമല്ല പിള്ളേർ 2 വീലറിൽ പോകുമ്പോഴൊക്കെ ഈ ബാഗൊക്കെ വയ്ക്കും. ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു വിസിബിളി ഈ VIP-യുടെ. അല്ലെങ്കിൽ ലഗേജ്, VIP എന്ന് മാത്രമല്ല, VIP, സഫാരി പോലത്തെ ലിസ്റ്റഡ് ലഗേജ് ആൻഡ് ബാഗേജ് മാനുഫാക്ചറിൻ്റെ സ്റ്റോറി അതായിരുന്നു. അതായത് നമ്മുടെ കണ്ണിൽ കാണുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റോക്ക് ഐഡിയ എന്നുള്ളത് ഞാൻ വീണ്ടും പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളത്. ഇതൊരു ഹൗസ് ഹോൾഡ് നെയിമാണ് VIP. നമ്മൾ ചെറുപ്പത്തിലേ മുതൽ കേൾക്കാണല്ലോ. അതായത് മാനുഫാക്ചറിങ് ആൻഡ് സെൽസ് ഹാർഡ് ആൻഡ് സോഫ്റ്റ് ലഗേജസ്. അതായത് ഹാർഡായിട്ടുള്ള ലഗേജും ഉണ്ട്, സോഫ്റ്റ് ആയിട്ടുള്ള ലഗേജും ഉണ്ടെന്നുള്ള. ബാക്ക് പാക്ക് ഉണ്ട്, ഡഫൽസ് ഉണ്ട്, ഹാൻഡ് ബാഗ്സ് ഉണ്ട്. അത് പല ബ്രാൻഡുകളിലാണ് ഇത് ചെയ്യുന്നത്. VIP എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെ ഉണ്ട്. സ്കൈ ബാഗ്സ് എന്ന് പറഞ്ഞിട്ട് അതാണ് നമ്മൾ കൂടുതലും ബാക്ക് പാക്ക് കണ്ടിരിക്കുന്നത്. അരിസ്ട്രോക്രാറ്റ് എന്ന് പറഞ്ഞ് എൻട്രി ലെവലിൽ അവർക്കുണ്ട്. കാൾട്ടൺ UK, അതായത് UK ബേസ്ഡ് കാൾട്ടൺ ഇവർ മേടിച്ചതിന് ശേഷം പ്രീമിയം സെഗ്മെൻറ്റിൽ ഓഫർ ചെയ്യുന്ന ഒരു ബ്രാൻഡാണത്. പിന്നെ ആൽഫ, പിന്നെ ലേഡീസിനായിട്ട് കാപ്രീസി എന്ന് പറയുന്ന ബ്രാൻഡും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരൊരു ശരിക്കും വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനി, ഈവൻ മാർക്കറ്റ് ലീഡർ തന്നെ കേട്ടോ. ഇവരൊരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഈ ചൈനയാണ് ഈ പ്ലാസ്റ്റിക് എന്ന സാധനം, ഈ ലഗേജിൻ്റെയൊക്കെ ബാക്ക് എൻഡ്. നമ്മൾ എല്ലാ കാര്യത്തിനും ചൈന എന്നും മാനുഫാക്ചറിങ് ബാക്ക് എൻഡായിട്ട് കിടക്കുന്നത് ചൈനയാണല്ലോ. അപ്പോൾ ഈ കോവിഡൊക്കെ വന്നപ്പോൾ അവിടുത്തെ സപ്ലൈ ചെയിൻ കംപ്ലീറ്റ് ഡിസ്റപ്റ്റഡായി. അപ്പോൾ ഈ ചൈനയിൽ നിന്ന് എങ്ങനെ ബിസിനസ്സിന് ഡീറിസ്ക് ചെയ്യാമെന്ന് ആദ്യം ബുദ്ധിപരമായിട്ട് ആലോചിച്ച കമ്പനിയാണ് VIP എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവർ ബംഗ്ലാദേശിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഏതാണ്ട് അവരുടെ നമ്മുടെ ആനുവൽ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 70-80% അവരുടെ പ്രൊഡക്ഷനും ബംഗ്ലാദേശും ഇന്ത്യയിലും ആണെന്നുള്ള. ചൈന വെറും 10%, 20% മാത്രമേ ഉള്ളൂ. പക്ഷേ അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ നോക്കൂ. ഇപ്പോൾ അടുത്ത കാലത്ത് ബംഗ്ലാദേശിലാണ് ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ ടർമോയിൽ ആൻഡ് എക്കണോമിക് ടർമോയിൽ വന്നതെന്നുള്ള. അപ്പോൾ ഇവർ ഡീറിസ്ക് ചെയ്യാൻ പോയ കാര്യം പോലും ഇവർക്ക് നന്നായി വന്നില്ല എന്നുള്ളതാണ്. ഇവരുടെ കപ്പാസിറ്റി എനിക്ക് തോന്നുന്നു ഹാർഡ് ബാഗേജസ് ഏതാണ്ട് 5.1 മില്യൺ കപ്പാസിറ്റി ഇവർക്കുണ്ട്. സോഫ്റ്റ് ലഗേജസ് ഏതാണ്ട് 7.2 മില്യൺ ഉണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് ഈ പറയുന്ന പോലെ ഇവരുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവരെ ഇൻവെൻട്രി ആയിരുന്നു പ്രോബ്ലം. വെച്ചാൽ ഇവർ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് കെട്ടിക്കിടക്കുന്ന ഇൻവെൻട്രി ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത കാലത്ത് ആ ഇൻവെൻട്രി ഒന്ന് മാനേജ് ചെയ്യാനും റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി അവർ ഒന്ന് ബംഗ്ലാദേശിലെ യൂണിറ്റ്സ് ഒക്കെ ഒന്ന് ഡൗൺ സൈസ് ചെയ്തു. അത് ശരിയാണെങ്കിൽ എന്താണ് 4000 പേരൊക്കെ ഒന്ന് എന്താ പറയുക ലേ ഓഫ് ഒക്കെ ചെയ്തിട്ടാണ് ഒന്ന് ലീനായി പോയെന്ന് പറയുന്നത്. ഇവരൊരു പ്രോഡക്റ്റ് മിക്സ് നോക്കുകയാണെങ്കിൽ ഹാർഡ് ലഗേജ് ആണ് 60% ഓഫ് ദ റവന്യൂ, സോഫ്റ്റ് ലഗേജ് ആണ് 40%. അങ്ങനെയാണ് ഇവർ റേഷ്യോ കിടക്കുന്നതെന്നുള്ള. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് 38% മാർക്കറ്റ് ഷെയർ ഉണ്ട്. ലീഡറാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ. പിന്നെ പ്രീമിയം സെഗ്മെൻറ്റിൽ നമ്മൾ സാംസണൈറ്റ് ഉണ്ടല്ലോ. പക്ഷേ സാംസണൈറ്റ് ഇസ് നോട്ട് എ ലിസ്റ്റഡ് കമ്പനി ഇന്ത്യ. സഫാരി ആണെന്നുള്ള സ്ട്രോങ് ബ്രാൻഡ് പോർട്ട്ഫോളിയോ ആണ് ഇവർക്ക് ഉള്ളതെന്നുള്ള. ഏതാണ്ട് 8000 നെറ്റ്വർക്ക് ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് ഇവർക്ക്. അതുമാത്രമല്ല അവർക്ക് ഈ പറയുന്ന പോലെ എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ ലൂലു പോലത്തെ അല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ ഈ മോളിലുള്ളൊക്കെ ഈ ഹൈ ലൈഫ് സ്റ്റൈൽ സ്റ്റോഴ്സൊക്കെ ആയിട്ട് ഇവർക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്നുള്ളതാണ്. ഇവരുടെ ചലഞ്ച് ഇതാണ്. ദേ ആർ ലൂസിങ് മാർക്കറ്റ് ഷെയർ ടു സഫാരി ആൻഡ് സാംസണൈറ്റ് നമുക്ക് മാറ്റി വയ്ക്കാൻ ലിസ്റ്റഡ് അല്ലാത്തതുകൊണ്ട് സഫാരി ഭയങ്കരമായിട്ട് പിടിച്ചു കയറി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഒരു കാലത്ത് 48% മാർക്കറ്റ് ഷെയർ ഇന്ത്യൻ ലഗേജ് ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നു. കൂപ്പുകുത്തി ഏതാണ് 38% താഴെ പോയി എന്നുള്ള. എന്നാൽ സഫാരിയുടെ ഗ്രോത്ത് ഒന്ന് ആലോചിച്ചു. ഈ സഫാരി തുടങ്ങിയിരിക്കുന്ന ആരാന്നറിയോ? സഫാരി തുടങ്ങിയിരിക്കുന്ന വ്യക്തിയുടെ പേര് സുധീർ ജാട്ടിയാണ്. ഈ സുധീർ ജാട്ടിയ VIP-യിൽ എംപ്ലോയി ആയിരുന്നു. ഒരു കാലത്ത് VIP-യിൽ അദ്ദേഹം മാനേജിംഗ് ഡയറക്ടർ വരെ ആയി എന്നുള്ള. എന്ത് കാരണങ്ങൾ കൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇനി ഡിസ്പ്യൂട്ട്സ് വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ ദിലീപ് പെരുമാളിന് മകളെ ആ ലെവലിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണോ എന്നറിയില്ല. സുധീർ ജാട്ടിയ അവിടെ നിന്ന് ഇറങ്ങി ഏതാണ്ട് 2010 റിസൈൻ ചെയ്തതായിട്ടുള്ള എനിക്ക് ഓർമ്മയുണ്ട്. അത് മാത്രമല്ല എന്നിട്ട് അദ്ദേഹം മെജോറിറ്റി സ്റ്റേക്ക് സഫാരി എന്ന് പറയുന്ന കമ്പനിയിൽ 2011 മേടിച്ചു. അതിന് ശരിക്കും പറഞ്ഞാൽ സുധീർ ജാട്ടിയ ഉണ്ടായിരുന്നപ്പോൾ VIP ഭയങ്കര പെർഫോമർ ആയിരുന്നു കേട്ടോ. സുധീർ ജാട്ടിയ പോയതോടുകൂടിയാണ് ശരിക്കും പറഞ്ഞാൽ VIP-യുടെ ഒരു ഡൗൺഫോൾ വന്നതെന്നുള്ളതാണ്. അതിനുശേഷം സഫാരിയുടെ ഗ്രോത്ത് നമ്മൾ എന്തായാലും കണ്ടതാണ്. VIP-യും സഫാരിയും വെച്ച് നോക്കുമ്പോൾ സഫാരി ഈസ് എ ഗ്രേറ്റ് പെർഫോമർ
പെർഫോമർ ഇൻ ദ ലാസ്റ്റ് 5 years എന്നുള്ളത് പറഞ്ഞു വയ്ക്കാതിരിക്കാൻ വയ്യ. പ്രൊമോട്ടർ വളരെ ക്ലീൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഉണ്ടല്ലോ, അതായത് പ്രൊമോട്ടർ ഈ കോവിഡിൻ്റെ സമയമൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു 100 crores എങ്ങാണ്ട് ഇവർ ബാങ്കിൻ്റെ ഒരു ഗ്യാരണ്ടി ഒക്കെ എടുത്ത് വെച്ചിരുന്നു, ആവശ്യം ഉണ്ടെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം നല്ല രീതിയിൽ പ്ലാൻ ചെയ്താണ്. പ്രൊമോട്ടറെ കുറിച്ച് മോശമൊന്നും പറയാനില്ല. ബട്ട് എന്തൊക്കെയോ അതിൻ്റെ ടോപ്പ് മാനേജ്മെൻറ്റിൽ എന്തൊക്കെയോ ഒരു പ്രോബ്ലം നടക്കുന്നു കമ്പനി, അതെന്താണെന്ന് നമുക്കറിയില്ല എന്നുള്ള. അത് മാത്രമല്ല ഇതിൻ്റെ റോ മെറ്റീരിയൽ ക്രൂഡ് ബേസ്ഡുള്ള റോ മെറ്റീരിയൽ ആണല്ലോ ഈ പ്ലാസ്റ്റിക് ഈ ബാഗ്സും ഇതുമൊക്കെ ഉണ്ടാക്കുന്നതിനുള്ള പോളിപ്രൊപ്പലിൻ അലൂമിനിയം ഒക്കെയാണ് കൂടുതൽ നമ്മൾ ലഗേജിൽ യൂസ് ചെയ്യണമെന്നുള്ള. അത് മാത്രമല്ല ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്കും ഉണ്ട്. നമ്മുടെ ടോപ്പ് മാനേജ്മെൻറ്റിന് VIP-ക്ക് ഇത് ക്ലീൻ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. സഫാരി അത് നന്നായിട്ട് മാനേജ് ചെയ്തു. ചൈനയിലാണ് സഫാരിയുടെ ബാക്ക് എൻഡ്, ഇവർക്കാണെങ്കിൽ അതുമില്ല. എന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ വന്നു എന്നുള്ള നല്ല രീതിയിലുള്ള ഇൻവെൻട്രി ലോസ് ഒക്കെ ഇവർക്ക് ഉണ്ടായിരുന്നുള്ള. അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിസ്കൗണ്ട്സിൽ സാധനം ഇങ്ങനെ വിറ്റ് തീർക്കുകയായിരുന്നു എന്നുള്ള. അപ്പോൾ ആ റവന്യൂ ഒന്നും നന്നായിട്ട് വന്നില്ല എന്നുള്ള. ഈ കോമേഴ്സിലൊക്കെ അവരുടെ എന്താ പറയുക, ഇ-കോമേഴ്സ് ഒക്കെ അവർ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഹൈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഒക്കെ അവർക്ക് ആയി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ സഫാരി ഏതാണ്ട് 20% ഗ്രോ ചെയ്യുമ്പോൾ ഇവരൊരു 4% ഗ്രോ ചെയ്യണമെന്നുള്ളത്. അതൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത്രയും സഫാരി ഗ്രോ ചെയ്യുമ്പോഴത്തേക്കും ഇവരുടെ ആ ഒരു ടെപ്പിഡായിട്ടുള്ള ഗ്രോത്ത് മാർക്കറ്റിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ് മാർജിൻ്റെ കംപ്രഷൻ, മാർക്കറ്റ് ഷെയർ പോയത്, ഇൻവെൻട്രി ഇഷ്യൂസ്, ഹൈ വർക്കിംഗ് ക്യാപിറ്റൽ, ലോ എഫിഷ്യൻസി, ടോപ്പ് മാനേജ്മെൻറ്റിൽ അൺസർട്ടനിറ്റി ഒക്കെ സ്റ്റോക്കിനെ നന്നായിട്ട് പണിഷ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഈ VIP ഇൻഡസ്ട്രീസ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും നല്ലൊരു കമ്പനി വളരെ മോശമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടി പോയി എന്നുള്ളതാണ്. ബട്ട് ഇതാ ഇപ്പോൾ മാനേജ്മെൻറ്റ് ചേഞ്ച് വരുന്നു എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാനന്ന് എഴുതി വെച്ചത്, ശനിയാഴ്ച ഞാനിത് എഴുതി വെക്കുമ്പോൾ ഞാൻ എഴുതി വെച്ചൊരു കോട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ സാധാരണ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പറയും, ഗ്രേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കം അറൗണ്ട് when excellent companies are surrounded by unusual circumstances that cause the stock price to be mispriced or mispriced എന്നാണ്. അതായത് വൺ ഓഫ് സിറ്റുവേഷൻ കാരണം നല്ല ബിസിനസ്സുകൾക്ക് ചിലപ്പോൾ ഒരു നെഗറ്റീവ് ആയേക്കാം, അത് മാറിപ്പോവാം. അങ്ങനത്തെ ഒരു നല്ലൊരു കമ്പനിയാണ് VIP. അത്ര പൊട്ടൻഷ്യലാണ്, ഇന്ത്യയിലെ മാർക്കറ്റ് ലീഡറാണ്. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വളർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എത്രയോ, അതായത് ഇപ്പോൾ ഓൺലൈനായിട്ട് എന്തെല്ലാം അസംബ്ലി, എംബസി, മൊക്കോബാര എന്നൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഓൺലൈനായിട്ട് മാത്രമുള്ള ബ്രാൻഡുകളുണ്ട്. ശരിക്കും ഇപ്പോൾ ഒരു VIP പോലത്തെ നല്ലൊരു ലഗേജ് കമ്പനി വളർന്നു വന്ന് അവർക്കൊരു വാർ ചെസ്റ്റ് ഓഫ് ക്യാഷ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ചെറിയ ബ്രാൻഡിനെയൊക്കെ മേടിച്ച് അത് ഗ്രോ ചെയ്യേണ്ട കാലഘട്ടം നശിച്ചു പോയി എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഈ പറയുന്ന പോലെ ഇറ്റ് ഈസ് എ ജയന്റ് ഇൻ മേക്കിംഗ്, ബട്ട് ഇറ്റ് ഈസ് എ സ്ലീപ്പിംഗ് ജയന്റ് ആസ് വെൽ എന്നുള്ളതാണ്. ഈ മാനേജ്മെന്റ് ചേഞ്ച് പ്രൈവറ്റ് ഇക്വിറ്റീസ് ഒക്കെ എടുക്കുമ്പോൾ എങ്ങനെ മാറുന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നുള്ള. പക്ഷേ വളരെ സ്റ്റീപ്പ് ഡിസ്കൗണ്ടിലാണ് ഈ പറഞ്ഞ പോലെ ഈ ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് എന്നുള്ള, അതായത് സ്റ്റേക്ക് സെയിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. 388 450 എവിടെ കിടക്കണു, 388 എവിടെ കിടക്കണു എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു ഹെഡ് വിൻഡ് ആയിട്ട് ഇതിന് നിലനിൽക്കുന്നു എന്നുള്ള. നമ്മൾ ഈ പറയുന്ന പോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് അവതരിപ്പിക്കാൻ സ്പോട്ട്ലൈറ്റിൽ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കാര്യം ഈ സ്റ്റേക്ക് സെയിലൊന്നുമല്ല. നിങ്ങളുടെ കാഴ്ചയിൽ നിന്ന് എവിടെയൊക്കെ സ്റ്റോക്ക് ഐഡിയ ഉണ്ട്. നമ്മൾ വിംബിൾഡനെ കുറിച്ച് പറയുമ്പോഴും അതായിരുന്നല്ലോ, അതായത് നിങ്ങൾ വണ്ടി പോകുമ്പോൾ ആൾക്കാർ ബൈക്കിൽ പോകുന്നതും എയർപോർട്ടിലൊക്കെ ക്യാരി ചെയ്യുന്ന ബാക്ക് പാക്കൊക്കെ സ്കൈ ബാഗ് ആണെന്നുണ്ടെങ്കിൽ അത് VIP ആണെന്നുള്ളത് മാത്രം പറഞ്ഞു വയ്ക്കുന്നു. ഇതൊരു സോളിസിറ്റേഷനോ അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല. നിങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ റെക്കമെൻഡേഷനിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോകുക. നമ്മളിതൊരു അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒരു നോളജ് ബേസ്ഡ് പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ, ഒരു മീഡിയ ചാനൽ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിൽ ഇതൊക്കെ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. ജാസ്മിൻ, ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് പറഞ്ഞ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിവിടെ സംസാരിച്ചിട്ടുള്ള ഒരു സ്റ്റോക്കും ഒരു അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല എന്നുള്ള ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുമായി വരുന്ന മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.